Hi dear students, good evening. എക്സാം ഒക്കെ കഴിഞ്ഞ് വളരെ റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുകയാണിപ്പോൾ എന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ മുഴുവൻ ചോദ്യങ്ങളെയും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എന്തായാലും എക്സാമിന് വരും എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വളരെ ഈസി ആയിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നിങ്ങളുടെ റെസ്പോൺസ് ഒന്ന് കാണട്ടെ. ഹൗ വാസ് ദ എക്സാം? ഈസി ആയിരുന്നില്ലേ? ഇന്ന് 4:20 വരെയാണ് സത്യത്തിൽ നിങ്ങളുടെ എക്സാമിന്റെ ടൈം. 4 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. നിങ്ങൾ ഒരു പക്ഷേ ഇത്തിരി നേരത്തെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ 4:20 വരെ നമ്മുടെ എക്സാമിന്റെ ടൈമാണ് അല്ലേ. 2 o'clock എക്സാം തുടങ്ങി 20 മിനിറ്റ്സ് നമ്മളെ കൂൾ ഓഫ് ടൈമാണ്. അത് കഴിഞ്ഞ് 4:20 നമ്മുടെ എക്സാം കഴിയേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ 4:30 നമ്മുടെ എക്സാമിന്റെ ഡിസ്കഷൻ. നിങ്ങൾ എഴുതിയത് ഓരോന്നും ശരിയാണെന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാനുള്ള ഒരവസരമാണ് ഇത്. വളരെ പെട്ടെന്ന് ഓക്കെ, വളരെ ഈസി ആയിരുന്നു എക്സാം എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട്. ഓക്കെ, അവസാന ഘട്ടത്തിൽ നമ്മുടെ ലൈവ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് വളരെ വളരെ ഈസി ആയിട്ടായിരിക്കും എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു. കാരണം ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് പോരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കും. ഓക്കെ, ചിലരൊക്കെ പിന്നെ ഇന്നലെ രാത്രി ആയിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത് തന്നെ. അവർക്ക് ചിലപ്പോൾ അത് റീകലക്ട് ചെയ്യാനൊക്കെ അല്ലെ, ഓർത്തു വെച്ചിട്ട് അത് എഴുതാനൊക്കെ ചിലപ്പോൾ ഇത്തിരി പ്രയാസം ഒരുപക്ഷെ വന്നിട്ടുണ്ടായേക്കാം. ഓക്കെ, എനിവേ ആ കാര്യങ്ങളൊക്കെ വളരെ ഈസി. ഈസി എക്സാം, ഈസി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഈസി ഈസി, പൊളി. ആഹാ, യെസ് യെസ് യെസ്. നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ എക്സാം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. നിങ്ങൾക്കറിയാം എക്സാം, നമ്മുടെ പബ്ലിക് എക്സാമിന് സുപ്രീം കോർട്ട് 1 വീക്ക് സ്റ്റേ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 1 വീക്ക് സ്റ്റേ ആണ് കേട്ടോ. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് എക്സാം ഇനി ഇല്ല എന്നൊക്കെ ധരിച്ചിരിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ ധരിക്കാനായിട്ടില്ല. നമുക്ക് കോടതി പറഞ്ഞിട്ടുള്ളത് 1 വീക്ക് സ്റ്റേ ആണ്. 1 വീക്ക് സ്റ്റേ ആണ്. അടുത്തൊരാഴ്ച എക്സാം നടക്കില്ല എന്നുള്ളതാണ് മാത്രമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആരും അതിനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, താങ്ക് യു, താങ്ക്സ് ടു സൈലം. ഓക്കെ ഓക്കെ, നോക്കൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നിങ്ങൾ എഴുതിയിട്ടുള്ള, നിങ്ങളാണ് ആൻസർ പറയേണ്ടത് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഇൻ 3 ക്വസ്റ്റ്യൻ ഫ്രം 1 to 5. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും ഓരോ മാർക്കാണ്. നെയിം ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ് എനർജി. ഓക്കെ, ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചു പോയതാണ്. ഏതാണത്? ലൈറ്റ് എനർജിയുമായി ബന്ധപ്പെട്ട ഫിസിക്സിന്റെ ബ്രാഞ്ച് ഏതാ? ഒന്നും നോക്കാനില്ല. ഏതാണ്? ഏറ്റവും ആദ്യത്തേത് തന്നെ. യെസ്, ഓപ്റ്റിക്സ്. ഓപ്റ്റിക്സ്, വെരി ഗുഡ് വെരി ഗുഡ്. Optics deals with all about light, the production, propagation and the nature of light എന്ന് പറയില്ല. ലൈറ്റുമായി അല്ലെ ഓപ്റ്റിക്കൽസ്. നിങ്ങൾ ഓപ്റ്റിക്കൽസ് അറിയാത്തവരുണ്ടോ അല്ലെ? സ്പെക്ടക്കിൾസ് നമ്മൾ ഇവിടുന്ന് കിട്ടല് ഓപ്റ്റിക്കൽസിൽ എന്താ? സ്പെക്സ് എന്തിട്ട് ബന്ധപ്പെട്ട? ലൈറ്റ് ബന്ധപ്പെട്ടത് അല്ലെ, കാഴ്ചയുമായി ബന്ധപ്പെട്ടത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അടുത്തതിൽ അപ്പൊ നോക്കൂ, ദിസ് ഈസ് ഓപ്റ്റിക്സ്, ഐ ടോൾഡ് യു. നെക്സ്റ്റ് നോക്കൂ. Out of the fundamental forces in nature, which is the weakest force? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് നമ്മൾ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ളത് ആരാ? ഇറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നേച്ചറിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദ വീക്കസ്റ്റ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വെരി ഗുഡ്. അപ്പൊ 2 മാർക്ക് പോക്കറ്റിലായിട്ടോ? 2 മാർക്ക് പോക്കറ്റിലായിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അല്ലേ, ഇന്നലെ വീണ്ടും നമ്മളത് സംസാരിച്ച ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയാം. നമ്മൾ എങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യല്? FS മാക്സ്. ഇത് എഴുതേണ്ടതില്ല കേട്ടോ, ഇത് എഴുതേണ്ടതില്ല. ഇത് മതി. FS മാക്സ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം എന്ന് വിളിക്കുന്നത് നമ്മൾ ആരാണ്?
ആംഗുലാർ മൊമെന്റത്തെയാണ്. ആംഗുലാർ മൊമെന്റം നോക്കൂ, മൊമെന്റ് ഓഫ് മൊമെന്റം വെക്ടർ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ആർ ക്രോസ് പി ഇതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് വിളിക്കുന്നത്. ഈ ആർ ക്രോസ് ആണ് ശരിക്കും ഈ മൊമെന്റ് ഓഫ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, ടോർക്കിനെ നമ്മൾ എന്താ പറയല്? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ആർ ക്രോസ് എഫ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇനി നിങ്ങളത് മറക്കില്ല. നോക്കൂ, ടോർക്കിനെ നമ്മൾ എഴുതില്ല ആർ ക്രോസ് എഫ് എന്നാണ്. ഇതിനെന്താ പറയില്ല അറിയോ? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നാ വിളിക്കുക. മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ്. അപ്പൊ ആർ ക്രോസ് പി ആണ് ലീനിയർ മൊമെന്റം. ഇതിനെന്താ പറഞ്ഞത്? മൊമെന്റ് ഓഫ് മൊമെന്റം. മൊമെന്റ് ഓഫ് മൊമെന്റം. മനസ്സിലായല്ലോ? ആർ ക്രോസ് എഫ് എന്താണ്? ആർ ക്രോസ് എഫ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ആർ ക്രോസ് പി എന്താണ്? മൊമെന്റ് ഓഫ് മൊമെന്റം. മൊമെന്റ് ഓഫ് മൊമെന്റം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കൂ, according to kinetic theory of gas, what is the pressure of an ideal gas molecule? ഐഡിയൽ ഗ്യാസ് മോളിക്യൂളിന്റെ പ്രഷറിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ആകെ നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമുക്ക് പഠിക്കാനുള്ളത് പോസ്റ്റ് കൈനറ്റിക് തിയറിന്റെ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി, അതുപോലെ തന്നെ പ്രഷർ എക്സൈറ്റഡ് ബൈ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഡെറിവേഷൻ ചോദിക്കാൻ മാത്രം നമുക്ക് അതിന് വെയിറ്റേജ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും P is equal to 1/3 rho v square bar. ഈ ഇക്വേഷൻ നമ്മൾ അവിടെ ഡിറൈവ് ചെയ്യുന്നതാണ്. 1/3 rho v square bar. 1/3 rho v square bar. Okay, this is the expression. This is the expression for pressure excited by ideal gas. Okay, next നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഈസിയാണ്. 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ 3 എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഏതെങ്കിലും 3 ശരിയായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്സ് കൺഫേം ആയി. 3 മാർക്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ഭാഗം നോക്കൂ, സെക്ഷൻ ബിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സെക്ഷൻ ബിയിൽ നോക്കൂ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് എഴുതേണ്ടത്. 5 ക്വസ്റ്റ്യൻസ്. അവന് നോക്കൂ, നമുക്ക് 10 ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദ SI യൂണിറ്റ് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ആരാ? ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആംപിയർ. അല്ലേ? ആംപിയർ, ക്യാപിറ്റൽ A സിമ്പിൾ. ആംപിയർ ഫുള്ളായിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതണം എന്നാണ്. നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുവേ. പക്ഷേ ഞാനിവിടെ സ്മോൾ ലെറ്റർ എഴുതിയ എന്തിനാണ്? SI യൂണിറ്റ് സയന്റിസ്റ്റിന്റെ പേരാണെങ്കിൽ കൂടി ഫുള്ളായിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതണം എന്നാണ് റൂള്. അപ്പൊ നിങ്ങളിവിടെ ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. പക്ഷേ എഴുതേണ്ടത് സ്മോൾ ലെറ്റർ ആണ്. അടുത്ത് നോക്കൂ, പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് എന്താ? യെസ്, റേഡിയൻ. റേഡിയൻ സിമ്പിൾ എന്താ? സിമ്പിൾ എഴുതൽ നിർബന്ധമില്ല. സിമ്പിൾ എഴുതൽ നിർബന്ധമില്ല. 2 മാർക്സ് കിട്ടിയോ? 2 മാർക്സ് കിട്ടിയോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 2 മാർക്സും കൂടെ അനദർ 2 മാർക്സ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ബോഡി ഈസ് ട്രാവലിംഗ് എലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 10 മീറ്റർ. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു സർക്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് 10 മീറ്റർ ആണ്. അപ്പൊ 10 മീറ്റർ റേഡിയസ് ഉള്ള സർക്കുലർ പാത്ത്. ഇഫ് ഇറ്റ് ട്രാവൽസ് ഫ്രം A to B. അപ്പൊ A ഇതാണ്. ഇവിടെ ആരോ മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഡയഗ്രത്തിൽ ആരോ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. യെസ്, നോക്കൂ, എയിൽ നിന്ന് ബിയിലേക്ക് എത്തി. എയിൽ നിന്ന് ബി. അപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഇതിന്റെ പാത്ത് ലെങ്ത്. ഇതെത്ര? ഫുൾ സർക്കിളിന്റെ പാത്ത് ലെങ്ത് എത്ര? 2πr. അപ്പൊ ഇതെത്ര ഉണ്ടാവുക? πr. നോക്കാം നമുക്ക്. therefore distance is equal to πr. പൈന്റെ വാല്യൂ എത്ര? 3.14 ഇൻറ്റു റേഡിയസ് എത്ര? 10 മീറ്റർ. അപ്പോൾ 3.14 10 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 31.4 മീറ്റർ എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടോ? 31. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, 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 വെരി ഗുഡ്. നിങ്ങൾക്ക് ഓൾറെഡി അത് കിട്ടിയിട്ടുണ്ട്. ഫൈൻ, ഫൈൻ, താങ്ക് യു. നോക്കാം, അടുത്ത് നോക്കൂ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നോക്കൂ, ഇനീഷ്യലി ഇതാ ഇവിടെ ആയിരുന്നു, ഫൈനലി ഇവിടെയാണ്. അപ്പൊ ആ നേരെ വേർട്ടിക്കൽ. യെസ്, അതെത്ര കിട്ടുക? 2 ഇൻറ്റു റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10 ഈക്വൽ ടു 20 മീറ്റർ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് ഓൾറെഡി അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
റൈറ്റ് വെദർ ദ വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ് ആർ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. നിങ്ങളോട് എന്തായാലും ചോദിക്കുമെന്ന് ഇന്നലെയും ഇന്ന് മോർണിംഗിലും നിങ്ങളോട് പറഞ്ഞതാണത്. വർക്ക് ഡൺ പോസിറ്റീവ് വർക്ക് ഡൺ ആണോ നെഗറ്റീവ് വർക്ക് ഡൺ ആണോ, ഏത് വർക്ക് ഡൺ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റൻ എന്താ? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്താ? നോക്കൂ, ഒരു ഒബ്ജക്റ്റ്, കാരണം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആൻസർ ഒറ്റയടിക്ക് പറയാം ഇതിന്, പക്ഷേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കണം. കാരണം മോഡൽ എക്സാം അല്ലല്ലോ നമുക്ക് പ്രധാനം, നമുക്ക് ഫൈനൽ എക്സാം ആണ്. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ. എഫ് കോസ് തീറ്റ. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡിറക്ഷനിലാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് ഡൺ 0 ആണ്. ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പോ എഫ് വെക്ടർ എഫ് പാരലൽ ടു വെക്ടർ എസ് ആണെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്താണ്? പോസിറ്റീവ്. വെക്ടർ എഫ് ആന്റി പാരലൽ ആവുക, ആന്റി പാരലൽ ടു യെസ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരാൾ അങ്ങോട്ടാണെങ്കിൽ മറ്റാൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരിക, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. ഇനി എഫ് പെർപെൻഡിക്കുലർ ടു യെസ് ആണെങ്കിലോ അവിടെ നിങ്ങൾക്ക് വർക്ക് ഡൺ നിങ്ങൾക്ക് 0 ആണ്. ഈ കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. നോക്കൂ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ ഒരാൾ അങ്ങോട്ട് തള്ളുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റ് അങ്ങോട്ട് നീങ്ങുകയാണ്. പക്ഷെ ആ സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടുണ്ടാകുക? ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് നീങ്ങുന്ന ഡിറക്ഷന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്താണ്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ അതാണ് ആന്റി പാരലൽ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ എന്താണ്? നെഗറ്റീവ്. അപ്പോൾ നോക്കൂ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്, കമോൺ, ഇറ്റ് ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. എങ്ങനെയെന്ന് മനസ്സിലായല്ലോ? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. അടുത്ത നോക്കൂ, വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മുകളിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. നോക്കൂ, സെൻട്രിപെറ്റൽ ഫോഴ്സ് നമുക്ക് നോക്കാം. സർക്കുലർ പാത്തിൽ പോകുന്ന ബോഡിക്ക് മുകളിലാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് നോക്കൂ, ടുവേർഡ്സ് ദ സെന്റർ ആണ് ഉണ്ടാവുക. എന്നാൽ അവിടെ ഡിസ്പ്ലേസ്മെന്റിന്റെ അവിടുത്തെ ഡിറക്ഷൻ എന്താണ്? നോക്കൂ, പെർപെൻഡിക്കുലർ അല്ലേ? കാരണം വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണ്. വെലോസിറ്റിന്റെ ഡിറക്ഷനിലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അവർ തമ്മിലുള്ള ആംഗിൾ നോക്കൂ, ഇറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫോഴ്സ്. ദിസ് ഈസ് ദ ഫോഴ്സ് ആൻഡ് ദിസ് ഈസ് വെലോസിറ്റി ആൻഡ് ഹെൻസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അങ്ങനെ ആംഗിൾ 90 ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഈസ് 0. 0 ഈസ് ദ വർക്ക് ഡൺ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത് നോക്കൂ, വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഒരു ഒബ്ജക്റ്റ് നോക്കൂ, നേരെ ഫ്രീലി ഫാളിംഗ് അല്ലേ? ഇപ്പൊ നോക്കൂ, ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. ആ ബോളിനെ ഞാൻ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതെങ്ങോട്ടാ വരുന്നത്? താഴോട്ട് വരാൻ കാരണമായ ഫോഴ്സ് ഇവിടെ വരാം വേണ്ട, താഴോട്ട് എന്തോ ആവട്ടെ. ഈ ബോളിന്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാ? താഴോട്ട്. ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്ന എങ്ങോട്ടാ? അതും താഴോട്ട്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട്, ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റും താഴോട്ട്. അപ്പൊ രണ്ടും പാരലലാണ്, ഒരേ ഡിറക്ഷനിലാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ഡൺ എന്താണ് കിട്ടുക? വർക്ക് ഡൺ പോസിറ്റീവ്. ഇറ്റ് ഈസ് പോസിറ്റീവ്. Yes. Now the last one. Work done by a person carrying a load on his head and walks along the horizontal level road. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നോക്കൂ, ഇവിടെ ഈ രൂപത്തിലാണ്. ഇതാ ഒരു ആൾ ഇവിടെ ഉണ്ട്. ആ ആളുടെ തലയിൽ നോക്കൂ, അയാളുടെ തലയിൽ വലിയൊരു ലോഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എന്നിട്ട് നോക്കൂ, അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോഡും നോക്കൂ, ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ തലയിൽ ഒരു ലോഡ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ലോഡിന് മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാ? നല്ല ശ്രദ്ധിക്കണേ, ലോഡിന് മുകളിൽ ഞാൻ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാ? ലോഡിന് മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടുണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റിലല്ലേ ഞാൻ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റില്ല. അപ്പോൾ ആ ലോഡിന് മുകളിൽ ഞാൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിലേക്ക്. കണ്ടാ, അങ്ങനെ മുകളിലേക്കാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. നല്ല ശ്രദ്ധിക്കണം.
മുകളിലേക്ക് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു. അപ്പൊ നോക്കൂ, ഈ രൂപത്തിൽ ഞാൻ മുകളിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഫോഴ്സ് മുകളിലേക്ക്, ഡിസ്പ്ലേസ്മെന്റ് നേരെ ഹൊറിസോണ്ടൽ ലെവൽ. അപ്പൊ ആംഗിൾ എത്ര? ആംഗിൾ 90 ആണ്. ആംഗിൾ 90 ആണെങ്കിൽ അഗെയിൻ ദ ആൻസർ ഈസ് 0 വർക്ക് ഡൺ ആണ് ആ കേസിലുള്ളത്. 0 വർക്ക് ഡൺ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് കെ. കൈനറ്റിക് എനർജിയുടെ വാല്യൂ കെ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ വാല്യൂ കെ എന്ന് പറഞ്ഞാൽ കെന്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു ½ mv². ഓക്കെ, എന്നിട്ട് നമ്മളോട് എന്താ സംസാരിച്ച് നോക്കും? വാട്ട് ഈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇഫ് ദ വെലോസിറ്റി ഈസ് ഡബിൾഡ്. വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ വെലോസിറ്റി നോക്കൂ, വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയിൽ എന്ത് മാറ്റം ഉണ്ടാവുക എന്നാണ്. ഓക്കെ, നോക്കൂ, കെ ഡാഷ് ഇസ് ഈക്വൽ ടു പുതിയ കൈനറ്റിക് എനർജി. വെലോസിറ്റി ഡബിൾ ചെയ്താൽ ഹാഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഇല്ല, ഒരു മാറ്റമില്ല. ഹാഫിന് ഹാഫ് തന്നെയാണ്. ദെൻ മാസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, മാസ് മാറൂല. വി എന്തായി എന്ന് പറഞ്ഞത്? ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ V2V ആയി. അപ്പോൾ V2V ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × m × v² × 4. ഇതാരാണ്? ഇത് നമ്മുടെ ആദ്യത്തെ കൈനറ്റിക് എനർജിക്ക്. അപ്പൊ ഈക്വൽ ടു എത്രയാണ്? 4k. കൈനറ്റിക് എനർജി വിൽ ബിക്കം 4 ടൈംസ്. 4 മടങ്ങായിട്ട് മാറി. യെസ്, കൈനറ്റിക് എനർജി 4 ടൈംസ് ആയിട്ട് മാറി. മനസ്സിലായല്ലോ? ഓക്കെ, ഡബിൾസ് അല്ല, 4 ടൈംസ് കേട്ടോ. ഓക്കെ. യെസ്, നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ്, സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഞാൻ പറയേണ്ടതില്ല, അതിന് മാത്രം നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. Every object in the universe attracts every other object with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ആണല്ലോ? യെസ്, ദാറ്റ് ഈസ് F proportional to m1m2 divided by r². m1m2 divided by r² or F is equal to G m1m2 divided by r². ഇത്രയൊന്നും എഴുതൽ ഒരു നിർബന്ധവുമില്ല, കാരണം സ്റ്റേറ്റ് ചെയ്യാനേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ ഞാൻ മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ തന്നെ കാര്യങ്ങൾ ഓക്കെയാണ്. എന്താ പറയേണ്ടത്? Every object in the universe attracts every other object with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. That's enough. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yes, name the type of strain produced in the above figure. Yes, ഈ ഫിഗറിൽ നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ട്. ഇവിടെ ഏത് സ്ട്രെയിൻ ആണ് ഇവിടെ ഉള്ളത്? ആ സ്ട്രെയിനിന്റെ പേര് പറയാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഈ ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി. എന്താ ഡയഗ്രാം നോക്കൂ. ഒരു സിലിണ്ടറോട് വെച്ചിട്ടുണ്ട്. ആ സിലിണ്ടർ നേരെ ഇങ്ങനെയായിരുന്നു ആ സിലിണ്ടർ ഉണ്ടായിരുന്നത്. പക്ഷേ സിലിണ്ടറിന്റെ മുകളിൽ കൈകൊണ്ട് അമർത്തി നമ്മൾ അങ്ങോട്ടൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ അടിഭാഗം ഇവിടെ ഫിക്സ്ഡ് ആണ്, താഴ്ഭാഗം ഫിക്സ്ഡ് ആണ്. അപ്പൊ സിലിണ്ടർ നോക്കൂ, സിലിണ്ടർ അങ്ങോട്ട് ലേശം ഒന്ന് ചെരിഞ്ഞു നിന്നു. കണ്ടല്ലോ? ഓക്കെ, ഈ സമയത്തുള്ള സ്ട്രെയിനിന്റെ പേരെന്താ? യെസ്, ഷിയർ സ്ട്രെയിൻ. യു സെഡ് ഇറ്റ്. യെസ്, എന്താ പേര്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ എന്നാണ് നമ്മൾ അതിന് പറയാ, ഷിയർ സ്ട്രെയിൻ. ഇനി നമ്മളോട് ചോദിച്ച് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദി സ്ട്രെയിൻ. ഈ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എഴുതാൻ ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു തീറ്റ എന്നാണ്. ഷിയർ സ്ട്രെയിൻ ഈക്വൽ ടു തീറ്റാണോ? ഇവിടെ തീറ്റ തന്നിട്ടുണ്ട്. ഈ തീറ്റയാണ് ഷിയർ സ്ട്രെയിൻ. ഇനി ആ തീറ്റന്റെ വാല്യൂ എങ്ങനെ കാണാം? അതിന് നമ്മൾ എന്ത് ചെയ്യും? തീറ്റ വളരെ ചെറുതാണ്, അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ സൈഡ് ലെങ്ത് എൽ. ഇതാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. കണ്ടോ? ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ശ്രദ്ധിക്കുക. ഷിയർ സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ എഴുതിയിട്ടുണ്ടോ? ഇനി ഇത് എഴുതിയിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, അടുത്ത് നോക്കും. വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്കറിയാം 3 ടൈപ്പ് ഉണ്ട്. പക്ഷെ ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിലും ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ആണ്. It is the ratio of stresses to strain. A modulus of elasticity
modulus of elasticity equal to stress divided by strain. Stress divided by strain. About ratio of stress to strain is called modulus of elasticity. ഏതൊക്കെ മൂന്ന് ടൈപ്പ് വേണ്ട ഇവിടെ ആവശ്യമില്ല. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി നോക്കാം. വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ് എന്നാ. അപ്പോൾ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് സ്ട്രെസ്സിന്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സ്ട്രെയിനിന്റെ യൂണിറ്റ് അല്ലേ. ന്യൂമറേറ്ററിൽ ആരാണ് സ്ട്രെസ്. സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ട്രെയിനിന്റെ യൂണിറ്റ് ഉണ്ടോ? ഇല്ല. സ്ട്രെയിൻ യൂണിറ്റ് ലെസ് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആണ്. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്. നോ യൂണിറ്റ്. യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. ദെർഫോർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും ആർക്ക് ഇക്വലന്റ് ആണ്? സ്ട്രെസ്സിന്റെ യൂണിറ്റും ഡയമെൻഷനും തന്നെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. യെസ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നോക്കൂ. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 273 കെൽവിൻ ആൻഡ് 373 കെൽവിൻ. അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഇന്ന് മോർണിംഗിലും നിങ്ങൾക്ക് ഇവിടുന്ന് അതിന്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിനെ തന്നെയാണ് ബോയിലിംഗ് പോയിന്റിന്റെയും അതുപോലെ ഫ്രീസിംഗ് പോയിന്റിന്റെയും വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റിന്റെയും ഫ്രീസിംഗ് പോയിന്റിന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന പാസ്കൽ എന്ന് കൊടുക്കാട്ടോ. ഓക്കെ. അപ്പോൾ ബോയിലിംഗ് പോയിന്റിന്റെയും അതുപോലെ ഫ്രീസിംഗ് പോയിന്റിനും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നോക്കൂ, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ? 1 minus T2 divided by T1, that is equal to 1 minus നോക്കും T2 എത്ര തന്നിട്ടുള്ളത്? 273 divided by 373. നോക്കൂ, that is equal to നിങ്ങൾക്ക് കിട്ടുക 0.268 എന്ന് നമുക്ക് കിട്ടും. ആ പെർസെൻറ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പറയാം? 26.8% എന്ന ആൻസറിലേക്ക് നിങ്ങൾ കിട്ടും. 1 minus T2 divided by T1. 1 minus T2 divided by T1. ആരാണ് T2? സിങ്കിന്റെ ടെമ്പറേച്ചർ. T1 ആരാണ്? സോഴ്സിന്റെ ടെമ്പറേച്ചർ കേട്ടോ. സോഴ്സിന്റെ ടെമ്പറേച്ചർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഡിഫൈൻ ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന തെർമോഡൈനാമിക് പ്രോസസ്. ഇറ്റ്സ് എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. That is V equal to constant or delta V equal to 0. V constant ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എത്ര? 0. V constant ആവുക, അപ്പൊ ചേഞ്ച് ഇൻ വോളിയം എത്രയാണ്? 0. ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിൽ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണത്? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ പ്രോസസ്? അതിലെ വർക്ക് ഡൺ എത്രയാണ്? എന്താ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ? W is equal to P delta V. നോക്കൂ, V കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ചേഞ്ച് ഇൻ വോളിയം എന്താണ്? 0. ചേഞ്ച് ഇൻ വോളിയം 0 ആണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ഡൺ എന്താ കിട്ടുക? വർക്ക് ഡൺ ഈക്വൽ ടു 0. യെസ്. അടുത്ത് നോക്കൂ. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. യെസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന്റെ ലീനിയർ മൊമെന്റം കൺസർവേഷൻ അതെന്താണ്? അത് നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. എങ്ങനെയാണ്? യെസ്, വെക്ടർ ടോ ഈസ് ഈക്വൽ ടു ഡി വെക്ടർ എൽ ഡിവൈഡഡ് ബൈ ഡി ടി. ഇറ്റ്സ് എ വെരി ഫേമസ് ഇക്വേഷൻ. ദ ടോർക്ക് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. ടോർക്ക് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. ഒബ്വിയസ്ലി ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ടോർക്ക് ആണത്. എന്നിട്ട് നമുക്ക് പറയാം when tau external equal to 0. tau external 0 ആണെങ്കിൽ അപ്പോൾ dl divided by dt equal to 0 കിട്ടും. ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്താലേ നമുക്ക് 0 കിട്ടുക? കോൺസ്റ്റന്റിനെ. therefore L equal to constant. L is equal to constant എന്ന് നമുക്ക് ലഭിക്കും. ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സെന്റൻസ് ആക്കാം. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇത് എഴുതണമെന്നില്ല, സെന്റൻസ് പറഞ്ഞാൽ മതി. അപ്പോൾ സെന്റൻസ് എങ്ങനെ പറയാം? when the external torque acting on a system of particles is 0, then its angular momentum remains the same, അല്ലെങ്കിൽ remains constant, അല്ലെങ്കിൽ remains conserved.
Okay, once again, when the external torque acting on a system of particles is zero, then its angular momentum remains constant. This is the statement. Statement മനസ്സിലായല്ലോ. എക്സ്റ്റേണൽ ടോർക്ക് ഒരു സിസ്റ്റത്തിന് മുകളിൽ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, find the torque of a force 7 I cap plus 3 j cap minus 5 k cap about the origin. The force acts on a particle whose position vector is. Okay, നമുക്ക് നേരിട്ട് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. കാരണം ടോർക്കിന്റെ ഇത് ചെയ്യണമെങ്കിൽ രണ്ട് രൂപത്തിൽ, കാരണം ക്രോസ് പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ് ഇക്വേഷൻ. ആർ ക്രോസ് എഫ്. ക്രോസ് പ്രോഡക്റ്റ് കാണാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് മെത്തേഡാണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഫെമിലിയർ ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ എങ്ങനെ അത് കാണാം? ദ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇവിടെ ഉള്ളത് ആറല്ലേ, അപ്പൊ ആറിന്റെ കോഎഫിഷ്യൻസ് എഴുതാം. ഇതാണ് ആറ്. ആറിന്റെ ഐന്റെ കോഎഫിഷ്യന്റ് ആരാ? 1. ജെന്റെ ധാര -1, കെന്റെ ധാര 1. ഓക്കെ, അതുപോലെ തന്നെ ഇനി എഫിന്റെ കോഎഫിഷ്യന്റ്, ഐന്റെ കോഎഫിഷ്യന്റ് 7, ജെന്റേത് 3, കേണ്ടത് -5. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഐ ക്യാപ്പിനെ പുറത്തു നിർത്തുക. എന്നിട്ട് ആ റോയും ആ കോളവും കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ -1 ഇൻറ്റു -5 എന്താ കിട്ടുക? 5 മൈനസ് 1 ഇൻറ്റു 3 1 ഇൻറ്റു 3. ഇനി അടുത്തതിന് നിങ്ങൾ മൈനസ് ഇടണം. അപ്പൊ മൈനസ് ജെ ക്യാപ് ഇൻറ്റു, എന്നിട്ട് ആ റോയും ആ കോളും കട്ട് ചെയ്യാം. 1 ഇൻറ്റു -5 മൈനസ് 1 ഇൻറ്റു 7 ഇതാണ് കൊടുക്കേണ്ടത്. അപ്പൊ 1 ഇൻറ്റു -5 ഈസ് -5 മൈനസ് 1 ഇൻറ്റു 7 ഈസ് 7. അടുത്ത് നോക്കൂ, പ്ലസ് കെ ക്യാപ് ഇൻറ്റു കെ ക്യാപ്. ലാസ്റ്റ് കോളം ആ റോയും കോളും കട്ട് ചെയ്തു. 1 ഇൻറ്റു 3 മൈനസ് 7 ഇൻറ്റു -1. അപ്പോൾ 1 ഇൻറ്റു 3 എത്ര? 3 മൈനസ് 7 ഇൻറ്റു -1 -7. ദാറ്റ് ഈസ് ഈക്വൽ ടു. കഴിഞ്ഞു. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. തീർന്നു. 5 മൈനസ് 3 എത്ര? 2 ഐ ക്യാപ്. ദെൻ മൈനസ് നോക്കൂ, -5 -7 -12. ആ -12 ഇൻറ്റു മൈനസ് അപ്പൊ എത്രയായി? +12. +12 ജെ ക്യാപ് പ്ലസ് 3 + 7 എത്ര? 10. അപ്പോൾ 10 കെ ക്യാപ് എന്ന് നിങ്ങൾക്ക് ലഭിക്കും. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. This is the torque experienced by that particular force or by the particle. Okay. Yes, അടുത്തതിലേക്ക് പോവാം. Answer any 4 questions from 17 to 24. Each carries 3 marks. Okay, എത്ര മതി? 4 ക്വസ്റ്റ്യൻ മതി കേട്ടോ. 4 ക്വസ്റ്റ്യൻ എഴുതേണ്ട ആവശ്യമുള്ളൂ. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The distance traveled by a freely falling body is given by the equation. എന്താണ് equation? Y is equal to V0t plus half gt square. നമ്മളോട് പറഞ്ഞെന്താ? Using principle of dimensions, check the correctness of the equation. ഓക്കെ, അപ്പോൾ എന്തിനുള്ള ഇക്വേഷൻ ആണ്? ഡിസ്റ്റൻസ് ട്രാവൽഡിനുള്ള. അപ്പോൾ y ആരാ? ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ഡയമെൻഷൻ ചെക്ക് ചെയ്യുക. രണ്ട് ഭാഗത്തും ഡയമെൻഷൻ ചെക്ക് ചെയ്യാം. നോക്കാം. അപ്പോൾ വൈൻ്റെ ഡയമെൻഷൻ ആരാ? L. കാരണം y ഡിസ്റ്റൻസ് അത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ടേമിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആണ്. അതാണല്ലോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് നമ്മൾ പറഞ്ഞത്. ഒരു ഇക്വേഷനിലെ ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അടുത്ത് നോക്കൂ, V0 യുനെയാണ് ഇവിടെ V0 എന്ന് വിളിക്കുന്നത് അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റി V0. അപ്പൊ വെലോസിറ്റി ആരാ? L(t⁻⁻1). കണ്ടാ, വെലോസിറ്റി L(t⁻⁻1) ഇൻറ്റു T ആരാ? ക്യാപിറ്റൽ T. അപ്പോൾ T⁻⁻1ഉം T⁻1ഉം ക്യാൻസൽ ആയി. ബാക്കി ആരാ ഉള്ളത്? ബാക്കി L. യെസ്, L എന്ന് കിട്ടി. കണ്ടല്ലോ? യെസ്. അടുത്ത ലാസ്റ്റ് ടേം നോക്കൂ, ഹാഫ് ജി ടി സ്ക്വയർ. ഹാഫ് ജി ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ നോക്കൂ. ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോ അതിന്റെ ഡയമെൻഷൻ എന്താ? ജി ടി സ്ക്വയറിന് ഈക്വൽ ആണ്. ജി ആരാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി.
ആക്സിലറേഷൻ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 മറന്നിട്ടില്ലല്ലോ. ഓക്കെ, ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ ടി റേസ് ടു -2 ടി റേസ് ടു 2 ക്യാൻസലായി. ബാക്കി ആരുള്ളത്? ബാക്കി എൽ. Therefore നമുക്ക് പറയാം dimensions of y equal to dimensions of v0t, that is equal to dimensions of half gt square equal to എന്താ L. Therefore the equation is dimensionally correct. Equation is dimensionally correct. Equation is dimensionally correct. കിട്ടിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും അതിന്റെ ഇക്വേഷൻ? ഓക്കെ റെഡി കിട്ടിയിട്ടുണ്ടല്ലോ? യെസ്. അടുത്തതിലേക്ക് നോക്കാം. ഡിഫൈൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. അറിയാം എന്താ ആവറേജ് വെലോസിറ്റി? നോക്കൂ, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. യെസ്. അടുത്തതോ ആവറേജ് സ്പീഡ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. അടുത്ത് നോക്കൂ, ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഹാവിംഗ് സീറോ ആക്സിലറേഷൻ ഉള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. നോക്കാം, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. അപ്പോൾ ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് വൈ ആക്സിസ്. സീറോ ആക്സിലറേഷൻ ആർക്കുണ്ടാവുക? യൂണിഫോം വെലോസിറ്റിയിലുള്ള അല്ലെ? യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ബോഡിക്കാണ് എന്തുണ്ടാവുക? സീറോ ആക്സിലറേഷൻ. യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താ? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. മനസ്സിലായോ? ഇനി ഒരു കുട്ടി ഈ ഗ്രാഫിനെ ഇങ്ങനെ എഴുതി എന്ന് വിചാരിക്കുക, എന്നാലും ശരിയാണ്. കാരണം ഇത് ടൈം, ഇത് പൊസിഷൻ. ആ കുട്ടി ഇങ്ങനെ മാർക്ക് ചെയ്തു. ഏതുപോലെ? സ്റ്റേഷനറി ഒബ്ജക്റ്റിനാണ് നിങ്ങൾക്ക് ഈ ഗ്രാഫ് കിട്ടുക. സ്റ്റേഷനറി ആണെങ്കിലും ആക്സിലറേഷൻ എന്താണ്? സീറോ. മനസ്സിലായോ? പക്ഷേ എന്താണ്? ഇതല്ല ഏറ്റവും ബെസ്റ്റ് ഈ ഗ്രാഫാണ്. എന്താ കാരണം? ഒരു നിമിഷത്തെ ആക്സിലറേഷൻ ഒരു നിമിഷം ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് കരുതി അവിടെ ആക്സിലറേഷൻ സീറോ ആവണമെന്നില്ല. കാരണം എന്താ? വെൻ എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് അതിന്റെ വെലോസിറ്റി എന്താ? സീറോ ആണ്. പക്ഷെ അപ്പോഴും അതിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ഇത് കറക്റ്റ് ആണ്. ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആദ്യം വരച്ച ഈ ഡയഗ്രാം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിഫോം വെലോസിറ്റിയുടെ പൊസിഷൻ ഡയഗ്രാഫ്. ഓക്കെ ഫൈൻ. അടുത്തതിലേക്ക് നോക്കാം. Say whether the following statements are true or false. താഴെ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കും. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി ഓഫ് എ ബോഡി. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെലോസിറ്റിയാണോ? എന്താണ് ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞത്? കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെറ്റാണ്. ഫാൾസ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ആണ് നമ്മുടെ രണ്ട് ഏരിയ ഓഫ് കോണ്ടാക്ടിന് ഇൻഡിപെൻഡന്റ് ആണ്. ആക്ച്വൽ ഏരിയ ഓഫ് കോണ്ടാക്ടിനാണ് ഡിപെൻഡ് ചെയ്യുന്നത്. അത് വേറെ കാര്യം. ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് നമ്മളോട് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. കറക്റ്റ്. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഓക്കെ യെസ്. അടുത്ത് എന്താണ്? സൗണ്ട് കുറവുണ്ടോ? ഓക്കെ യെസ്. നോക്കാം. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ യൂസിങ് ഇറ്റ് ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ഫോഴ്സ്. എന്താ ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്? ഇതൊക്കെ നിങ്ങളോട് എന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ? The rate of change of linear momentum is directly proportional to the force applied and takes place in the direction of the force. ഒന്നുകൂടെ. Rate of change of linear momentum is directly proportional to the applied force or the external force and it takes place in the direction of the force. എന്ന് വെച്ചാൽ എന്ത് takes place? Rate of change of linear momentum. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? That is F proportional to dp divided by dt. dp by dt. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്.
എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ നോക്കും? ദെർഫോർ എഫ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ ആരാണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി. ദെർഫോർ ഡി ബൈ ഡി ടി ഓഫ് എം വെക്ടർ വി. എം വെക്ടർ വി ദാറ്റ് ഈസ് മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡിഫറൻഷ്യലിന്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കെ ഇൻറ്റു എം ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു വെക്ടർ എ. കാരണം എന്താ? ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ. Clear? Now take k equal to 1. Then the final equation f is equal to m vector a എന്ന ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. f ഫിസിക്കൽ എം എ ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ന്യൂട്ടൺ സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ എഫ് ഫിസിക്കൽ എം എന്റെ ഡെറിവേഷൻ അത്രയും ഫേമസ് ആയിട്ടുള്ളതാണ്, അത്രയും ഇമ്പോർട്ടൻറ്റും ആണ്. അടുത്തതിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ? അതായത് ലീനിയർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ. ലീനിയർ മോഷനിൽ, ലീനിയർ മെക്കാനിക്സിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതിന് പിന്നെ റൊട്ടേഷണൽ മെക്കാനിക്സിൽ, റൊട്ടേഷണൽ മോഷനിൽ എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ ഇവിടെ നമുക്ക് മാസ് അതിന് പകരം റൊട്ടേഷനിൽ ആരാ? മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇവിടെ മാസിന്റെ റോളിൽ അഭിനയിക്കുന്നത് റൊട്ടേഷണൽ മോഷനിൽ ആരാണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചത് ലീനിയർ മോഷനിൽ ഫോഴ്സ് ഉണ്ട്, അതിന് പകരം റൊട്ടേഷണൽ മോഷനിൽ അതിന് അനലോഗസ് ആയിട്ട് ആരാളുള്ളത്? ആരാണത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അതുപോലെ ഇവിടെ ലീനിയർ മൊമെന്റം, അവിടെ ആംഗുലാർ മൊമെന്റം. ഇവിടെ മാസ്, അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലോസ് ഓർ ഓപ്പൺ എ ഡോർ ബൈ അപ്ലൈയിങ് ഫോഴ്സ് അറ്റ് ദ ഹിഞ്ചസ്. വൈ? വളരെ ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യം കൂടിയാണ് അല്ലേ? നോക്കൂ, ഇത് ഒരു ഡോർ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഒരു ഡോറ് ശ്രദ്ധിക്കേ. യെസ്, ഡോറിന് ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡോറിന്റെ ഹാൻഡിൽ ഉണ്ടാവല്, ഡോറിന് ആരെങ്കിലും ഇത് കാരണം ഇങ്ങനെയാണ് ഡോർ കേട്ടോ, ഇങ്ങനെയാണ് ഡോറ് നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തുറക്കുക. ഡോർ ഇങ്ങനെ ഇങ്ങോട്ടാണ് തുറക്കുന്നത്. ഇത് ചുമരാണ്, അല്ലെങ്കിൽ മനസ്സിലായല്ലോ, ഈ ചുമരുമെന്നാണ് ഈ ഡോർ ഫിറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. ആരെങ്കിലും ഡോറിന്റെ ഹാൻഡിൽ, കാരണം ഇവിടുന്ന് അങ്ങോട്ടാണ് ഡോർ തുറക്കുന്നതെങ്കിൽ ഇവിടെയാണ് നമ്മൾ ലോക്ക് ചെയ്യുന്ന പോർഷൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഡോറിന്റെ ഹാൻഡിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇവിടെ ഹാൻഡിൽ വെക്കുമോ? ഇല്ല. ഡോറിന്റെ ഹാൻഡിലൊക്കെ എവിടെ ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവുക. ഈ സ്ഥലത്താണ് ഡോറിന്റെ ഹാൻഡിൽ ഉണ്ടാവുക. കാരണം എബൌട്ട് ദിസ് ആക്സിസ് ആണ് ഈ ഡോർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡോർ നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ ഇതാണ് അതിന്റെ ആക്സിസ്. ഡോർ ഈ ആക്സിസിന് ചുറ്റും നോക്കൂ, ഡോർ ഇങ്ങനെ തുറക്കുന്നു. കണ്ടാ, ഈ രൂപത്തിലാണ് ഡോർ തുറക്കുന്നത്. അതുകൊണ്ടാണ് ഹാൻഡിൽ അപ്പം ഉണ്ടാവില്ല ഈ അറ്റത്താ, അവിടെയാണ് ഹാൻഡിൽ ഉണ്ടാവുക. അല്ലാതെ ഇവിടെ ആരും ഹാൻഡിൽ വെക്കൂല. ഇങ്ങനെ തുറക്കുന്ന ഡോറിന് ഈ ഭാഗത്ത്, ഇവിടെ ഈ ഭാഗത്തല്ല ഹാൻഡിൽ ഉണ്ടാവുക, അവിടെ ഉണ്ടാവുക. അതെന്തുകൊണ്ട് എന്നാ ചോദിച്ചത്? കാരണം എന്താ, നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോഴും, അപ്പം നോക്കൂ, ഞാനിത് ഇവിടെ കാണിക്കാം, ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ബുദ്ധിപരമല്ല. ഇവിടെ ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് ഡോറ് തുറക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് നോക്കുക, അതേ ഫോഴ്സ് ഇവിടെ കൊടുത്താലോ അപ്പോൾ ഡോറ് കുറച്ചുകൂടെ തുറക്കും. ഇവിടെ കൊടുത്താലോ കുറച്ചുകൂടി ഈസി ആയിട്ട് ഡോർ തുറക്കുക. ഇവിടെ കൊടുത്താലോ ഈസി ആയിട്ട് തുറക്കുക. അങ്ങനെ നിങ്ങൾ ഈ ആക്സിസിൽ നിന്ന് നിങ്ങളുടെ അകലം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈസിനെസ് കൂടും, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതൽ ഇഫക്റ്റീവ് ആവും. എന്തുകൊണ്ട്? കാരണം ആക്സിസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടോർക്ക് കൂടുന്നുണ്ട്. ഒരേ ഫോഴ്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്, അതേ ഫോഴ്സ് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നതിനാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. എന്താ കാരണം സിമ്പിൾ. നോക്കൂ, കാരണം സിമ്പിൾ. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോർക്കിന്റെ ഇക്വേഷൻ ആർ ക്രോസ് എഫ് എന്നാണ്. ഓർ ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ഫോഴ്സിൽ മാറ്റം വരുത്തുന്നില്ല, തീറ്റയിലും മാറ്റം വരുത്തുന്നില്ല. പിന്നെ ടോർക്ക് കൂടാനുള്ള വഴി എന്താ? ആർ കൂടുക. ആർ എന്താണ്? ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്.
നോക്കൂ, ഇതാണ് ഇവിടുത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നിങ്ങൾ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആറിന്റെ വാല്യൂ വളരെ ചെറുതാണ്. ഇവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആറിന്റെ വാല്യൂ കൂടി, അപ്പോൾ ടോർക്ക് കൂടും. നേരെ മറിച്ച് ഈ അറ്റത്ത് കൊടുത്താലോ, അപ്പോഴാണ് നിങ്ങൾക്ക് ആറിന്റെ വാല്യൂ മാക്സിമം ആവുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് ടോർക്ക് മാക്സിമം ലഭിക്കുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ ടോർക്ക് മാക്സിമം ആവുന്ന കേസാണത്. അപ്പൊ ഹിഞ്ചസിൽ അല്ലെങ്കിൽ നോക്കുക, ഇവിടെ ഈ ഹിഞ്ചസ് ഇവിടെ ഉണ്ടാവുക. ആ ഹിഞ്ചസിന്റെ അവിടെ നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്നത് ബുദ്ധിപരമല്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ ആൻസർ പറയേണ്ടത്? ആൻസർ ഈ ഇക്വേഷൻ കൊടുക്കുക, എന്നിട്ട് പറയാം ഹിഞ്ചസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആറിന്റെ വാല്യൂ ആൾമോസ്റ്റ് 0 ആണ്, അതുകൊണ്ട് ടോർക്ക് നമുക്ക് അവിടെ 0 ആയിരിക്കും എന്നാണ് പറയേണ്ടത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. The moment of inertia of a disk of mass m and radius r about an axis passing through its center and perpendicular to its plane is mr²/2. ഓക്കെ, അപ്പോൾ ഏതാണ് ആ കേസ് നോക്കൂ, ഇതാണ് ഡിസ്ക്. അപ്പൊ ആ ഡിസ്കിന്റെ നോക്കൂ സെന്ററിലൂടെ ഡിസ്കിന്റെ സെന്റർ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ഡിസ്ക് ഇങ്ങനെ ആ ഡിസ്കിന്റെ സെന്ററിലൂടെയുള്ള ഈ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ജൈറേഷൻ ഇൻ ദിസ് കേസ്. ഈ കേസിലെ റേഡിയസ് ഓഫ് ജൈറേഷൻ എന്താണ്? സിമ്പിൾ. നോക്കൂ, ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് mr²/2. ഏത് ബോഡിയുടെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് റേഡിയസ് ഓഫ് ജൈറേഷന്റെ ടേമിൽ എങ്ങനെ എഴുതാം? mk². where k is the radius of gyration. അപ്പൊ ഏത് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചോദിച്ചാൽ നിങ്ങൾക്ക് mk² എന്ന് പറയാം, where k is the radius of gyration. പക്ഷേ kന്റെ വാല്യൂ ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഈ രണ്ട് ഇക്വേഷനും എന്താവണം? ഈക്വൽ ആവണം. അപ്പൊ നോക്കൂ, ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് mk² is equal to mr²/2. കട്ട് ചെയ്തോ, m കട്ട് ചെയ്തു. ബാക്കി നിങ്ങൾക്ക് എന്താ കിട്ടുക? k is equal to നോക്കൂ, k is equal to r/√2. k is equal to r/√2. That is the radius of gyration in this case. അതാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. Using theorem of perpendicular axis, derive an equation for moment of inertia of the disk about a diameter. Again, it's a very simple question. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അതിനെ ചെയ്യാൻ പറ്റും. നോക്കൂ, ഞാൻ ഡിസ്കിനെ സപ്പോസ് ദിസ് ഈസ് ദ ഡിസ്ക്. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മളോട് പറയുന്നത് എന്താ? ഏതൊരു ബോഡിയുടെയും നോക്കൂ, ജസ്റ്റ് നോക്കൂ, ദ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മളോട് പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ. നോക്കൂ, യെസ്, അത് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതേ പ്ലെയിനിൽ രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്യാം. നല്ലോണം ശ്രദ്ധിക്കണം. അതായത് ഇപ്പോ ഇവിടെ ഈ കേസ് നോക്കൂ നിങ്ങൾ. യെസ്, നോക്കൂ, ഒന്ന് ശ്രദ്ധിക്കും. ഈ ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ് സർക്കുലർ ഡിസ്ക് ആവണമെന്നില്ല, ഇവിടെ സർക്കുലർ ഡിസ്ക് ആണ്. ഇതിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടണമെങ്കിൽ അതേ പോയിന്റിലൂടെ ആ ബോഡിയുടെ പ്ലെയിനിൽ നിങ്ങൾ പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? IZ is equal to IX plus IY എന്ന് പറയാം. ഒന്നുകൂടെ ഏതൊരു ബോഡിയുടെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എൻ ആക്സിസ് perpendicular to its plane is the sum of moments of inertia of the body about two perpendicular axes lying in the plane of the body concurrent with the given axis എന്നാണ് പറയേണ്ടത്. അതിന് നിങ്ങൾ ഈസി ആയിട്ട് ആലോചിക്കാൻ IZ is equal to IX plus IY എന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം എക്സും വൈയും സെഡും കൺകറന്റ് ആണ്, മൂന്ന് ഒരു പോയിന്റിലൂടെ അല്ലേ പാസ് ചെയ്യുന്നത്. പിന്നെ എക്സും വൈയും ഒറ്റ പ്ലെയിനിലായിരിക്കും, എക്സും വൈയും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ നോക്കൂ, കാര്യങ്ങൾ ഈസിയാണ്. പെട്ടെന്ന് ശ്രദ്ധിക്കൂ. ഇതിന് നോക്കൂ, ഞാൻ ഇങ്ങനൊരു ആക്സിസ് എടുത്തു, ഇങ്ങനെ ഒരു ആക്സിസ് എടുത്തു. രണ്ടും പെർപെൻഡിക്കുലർ ആണ്, ഡൗട്ട് ഇല്ല, പെർപെൻഡിക്കുലർ ആണ്. രണ്ടും ഇൻ ദ പ്ലെയിനിലാണ്. ഇൻ ദ പ്ലെയിൻ മാത്രമല്ല ഡയമീറ്ററിലൂടെ ഉള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ടും പോകുന്നത് ഡയമീറ്ററിലൂടെ അല്ലേ? ഇത് രണ്ടും പാസ് ചെയ്യുന്നത് ഡയമീറ്ററിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ശ്രദ്ധിക്കും.
ഞാൻ പറയുന്നു ഐ സെഡ് എന്ന് പറഞ്ഞത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അത് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ഐ സെഡ് എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എക്സ് ഇവിടെ വരാ ഡയമീറ്ററിലൂടെ പോണ്, ഐ വൈ വരാ അതും ഡയമീറ്ററിലൂടെ പോണ്, ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 2 ഐ ഡയ എന്ന് വിളിക്കാം. 2 ഐ ഡയ. ഈ ഐ ഡയമീറ്റർ ആണ് നമ്മളോട് ചോദിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2നെ അപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പൊ എന്താ കിട്ടുക? എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് നിങ്ങൾക്ക് ആൻസർ ലഭിക്കും. എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്നായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ. ഇറ്റ് ഈസ് എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ എക്സാമിന് നിങ്ങൾ ഇത് എഴുതിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചോയ്സ് ഉണ്ട്. പക്ഷേ വരുന്ന പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയണേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കത് നിങ്ങളിത് എഴുതിയോ എഴുതിയില്ലേ എന്നുള്ളത് ചില കുട്ടികൾ ഞാൻ ഏതായാലും ആ ക്വസ്റ്റൻ അല്ലല്ലോ ആൻസർ ചെയ്തത്, എനിക്കത് നോക്കേണ്ടതില്ല എന്ന് വിചാരിക്കേണ്ട. കാരണം എന്താ? കാരണം അടുത്ത പരീക്ഷയ്ക്ക് ഒരു പക്ഷേ അറിയുന്ന ചോദ്യം ഈ പാർട്ടിൽ നിന്ന് ഇതായിരിക്കും വരിക. അങ്ങനെ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ എന്താ ഓർബിറ്റൽ വെലോസിറ്റി? ഇപ്പോൾ ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ സാറ്റലൈറ്റിനെ ആ ഓർബിറ്റിൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ ഏത് വെലോസിറ്റി ആണോ സാറ്റലൈറ്റിന് കൊടുക്കേണ്ടത്, ദാറ്റ് ഈസ് ദ വെലോസിറ്റി. ദ വെലോസിറ്റി റിക്വയർഡ് ടു പുട്ട് ദ സാറ്റലൈറ്റ് ഇൻ ടു ഇറ്റ്സ് ഓർബിറ്റ് എന്നാ പറയല്. ഏതൊരു വെലോസിറ്റി കൊടുത്തിട്ടാണോ, സിംപ്ലി എന്താണ്, ആ ഓർബിറ്റിലൂടെ കറങ്ങുന്ന സമയത്ത് ആ സാറ്റലൈറ്റിനുള്ള വെലോസിറ്റിയുടെ പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. It is the velocity required to put the satellite into its orbit എന്നാണ്. ആ ഓർബിറ്റിലേക്ക് സാറ്റലൈറ്റിനെ വെക്കാൻ അല്ലെങ്കിൽ അതിലൂടെ കറങ്ങണമെങ്കിൽ ആ സാറ്റലൈറ്റിന് മിനിമം ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ആ സാറ്റലൈറ്റിന് ഉണ്ടായിരിക്കേണ്ട, മിനിമം അല്ല ഉണ്ടായിരിക്കേണ്ട വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഓർബിറ്റൽ വെലോസിറ്റി. ദെൻ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. നോക്കൂ, സാറ്റലൈറ്റ് പ്ലാനറ്റിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് സർക്കുലർ പാത്തിൽ കറങ്ങുന്ന ആർക്കും എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. സെൻട്രിപെറ്റൽ ഫോഴ്സ്. അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? സാറ്റലൈറ്റും പ്ലാനറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നോക്കൂ, നമ്മൾ എങ്ങനെ തുടങ്ങണം? ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി, ഞാൻ വി ഒ എന്ന് കൊടുക്കുകയാണ്. എന്തിന്? ഓർബിറ്റൽ വെലോസിറ്റിക്ക്. അപ്പോൾ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു, കാരണം ജി ഇൻറ്റു മാസ് ഓഫ് ദ പ്ലാനറ്റ് ഇൻറ്റു മാസ് ഓഫ് ദ സാറ്റലൈറ്റ് ഡിവൈഡഡ് ബൈ ഓർബിറ്റൽ റേഡിയസ് സ്ക്വയർ. അപ്പൊ നമ്മൾ ആദ്യം പറയേണ്ടത് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ വാട്ട്? നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ സാറ്റലൈറ്റ് ആൻഡ് ദ പ്ലാനറ്റ്. ഓക്കെ, ഇനി കുഴപ്പമില്ല, ഇനി എനിക്ക് ക്യാൻസൽ ചെയ്യാനേ ഉള്ളൂ. നോക്കൂ, ഒരാറും ക്യാൻസൽ ചെയ്തു, ഒരു എമ്മും ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് ആരാളുള്ളത്? വി ഒ ഈക്വൽ ടു റൂട്ട് ഓഫ് ക്യാപിറ്റൽ ജി എം ഡിവൈഡഡ് ബൈ സ്മോൾ ആർ. ഫിനിഷ്. ഇനി സ്മോൾ ആറിന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ ജി എം ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് പ്ലസ് ഹൈറ്റ് ഓഫ് ദ സാറ്റലൈറ്റ് എന്നും നിങ്ങൾക്ക് എഴുതാം. ഇതുവരെ മതി എന്നാൽ തന്നെ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് ലഭിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് എനി ടു പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇഷ്ടം പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മതി. ദ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ് നോക്കൂ. All gases consist of molecules. The molecules are rigid, elastic, identical in all respects for a given gas and a okay. ഇഷ്ടം പോലെ ഈ പോയിന്റുകൾ ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ. അപ്പോൾ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാൻ അല്ലേ? എനി ടു പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ ഓരോ പോയിന്റും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. അടുത്ത് നോക്കൂ. റൈറ്റ് an equation for average kinetic energy of a molecule in terms of absolute temperature. Average kinetic energy is equal to 3/2 RT. It is equal to 3/2 RT, where T is the absolute temperature. T is the absolute temperature. Okay, next question. Yes, നമ്മുടെ അവസാന ഭാഗത്തേക്ക് എത്തി തുടങ്ങി. 25th ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. നോക്കൂ, ഇവിടെ ഓരോ ക്വസ്റ്റ്യന്റെയും മാർക്ക് എത്രയാണ്? 4 മാർക്കാണ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. യെസ്, എ ആൻഡ് ബി ആർ two vectors acting at an angle theta as shown in figure.
Redraw the figure and mark the resultant vector R. ഓക്കെ, ഫിഗർ രണ്ടാമത് വരച്ചിട്ട് റിസൾട്ടന്റ് വെക്ടർ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ഫിഗറിൽ തന്നെ നിങ്ങൾ കാണിക്കാൻ പോവാണ്. എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ട് വെക്ടേഴ്സ് നോക്കൂ, രണ്ട് വെക്ടേഴ്സും ഒരേ പോയിന്റിലാണ്. ക്വസ്റ്റ്യനിൽ ശരിക്കും ഒരു തെറ്റുണ്ട്. കാരണം ഇവിടെ ഒരു തലയിൽ ഒരു ആരോ മാർക്കും കൊടുക്കണം, ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ സൈഡ് ഒ പി എത്രയാണോ അത്ര തന്നെ ഇവിടെ വരയ്ക്കുക, ഒ പി. ദെൻ ഒ ക്യു എത്രയാണോ അത്ര തന്നെ ഇപ്പുറത്തും കൊടുക്കുക. കണ്ടോ, ഒ ക്യു ലൈക്ക് ദിസ്. റെഡി ആണല്ലോ? യെസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അതിന് ഡയഗണൽ വരയ്ക്കുക. ദാ ഡയഗണൽ വരച്ചു. യെസ്, ദിസ് ഈസ് ദ ഡയഗണൽ. This is the diagonal and this is called the resultant vector. This is the resultant vector. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റീഡ്രോ ദ ഫിഗർ ആൻഡ് മാർക്ക് ദ റിസൾട്ടന്റ് വെക്ടർ. കഴിഞ്ഞു, റിസൾട്ടന്റ് വെക്ടർ കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ പാർട്ട് ഓവർ. രണ്ട്, റൈറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ. ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? കമോൺ, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a square plus b square plus 2ab cos theta. A ആരാ? A magnitude of vector A. B ആരാ? Magnitude of vector B. Theta, angle between vector A and vector B. Theta is the angle between vector A and vector B. Yes. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Two forces A and B of magnitudes 6 Newton and 8 Newton are acting perpendicular to each other. അപ്പോൾ തീറ്റ 90 കേട്ടോ, എയും ബിയും തീറ്റ 90. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? റിസൾട്ടന്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ. F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് 90 അല്ലേ? കാരണം തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90 എത്ര? കോസ് 90 0. അപ്പോൾ ലാസ്റ്റ് ടേം നമുക്ക് അവിടെ പോയി, ലാസ്റ്റ് ടേം പോയി. ബാക്കി ആരാ ഉള്ളത്? റൂട്ട് ഓഫ് F1 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര? റൂട്ട് ഓഫ് 36 പ്ലസ് 64 റൂട്ട് 100 എന്ന് വെച്ചാൽ എത്രയാണ്? 10 ന്യൂട്ടൺ ഈസ് ദ ഫൈനൽ ആൻസർ. 10 ന്യൂട്ടൺ കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടോ? കാണട്ടെ. 10 ന്യൂട്ടൺ. ഓക്കെ, നിങ്ങൾ ചോയ്സ് ആയതുകൊണ്ട് ചിലർ ഈ ക്വസ്റ്റ്യൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓപ്റ്റ് ചെയ്തവർക്ക്, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവർക്ക് 10 ന്യൂട്ടൺ എന്ന് കിട്ടണം. റിസൾട്ടന്റ് വെക്ടർ, രണ്ട് ഫോഴ്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന, അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസൾട്ടന്റ് എന്ന് വിളിക്കുന്നത്. റിസൾട്ടന്റ്, ദാറ്റ് ഈസ് റിസൾട്ടന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. A projectile is projected with a velocity v0. A projectile is projected with a velocity v0. Okay, making an angle theta with horizontal. അപ്പോൾ v0 എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ u എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ v0 തന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സാധാരണ നമ്മൾ u എന്നാണ് കൊടുക്കൽ, അതിന് പകരം ഇവിടെ v0 തന്നു. Derive equations for, okay, maximum height ഇക്വേഷൻ വേണം, അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കാം. നമുക്കറിയാം, ഒരു പ്രൊജക്റ്റൈൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? പ്രൊജക്റ്റൈലിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ദിസ്. ദാ നോക്കൂ, നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കൽ. യെസ്, ഇനീഷ്യൽ വെലോസിറ്റി. ലെറ്റ് മീ മാർക്ക് ദ ഇനീഷ്യൽ വെലോസിറ്റി. നോക്കൂ, ദിസ് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ v0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആംഗിൾ നോക്കൂ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അത് തീറ്റ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യെസ്. ഇനി നമുക്ക് വേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റും അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റും. ഞാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താൻ പോവാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? പ്രൊജക്റ്റൈൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതേ പ്ലെയിനിലേക്ക് തിരിച്ചെത്താൻ എടുക്കുന്ന ടൈമാണ്. അപ്പോൾ നോക്കൂ, ഈ ലെവലിൽ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ അതേ ലെവലിലേക്ക് തിരിച്ചെത്താൻ എടുക്കുന്ന ടൈം കേട്ടോ, അതേ ലെവലിലേക്ക് തിരിച്ചെത്താൻ എടുക്കുന്ന ടൈം. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, ഏറ്റവും സിമ്പിൾ പരിപാടിയാണ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്? നമുക്ക് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഇക്വേഷൻ്റെ വേർട്ടിക്കൽ കോമ്പണന്റ് എടുക്കുക. അപ്പോൾ നോക്കൂ, കൺസിഡർ ദ വേർട്ടിക്കൽ കോമ്പണന്റ്.
വേർട്ടിക്കൽ, ഇതിന്റെ വേർട്ടിക്കൽ കമ്പോണന്റ് എടുക്കുക ഈ ഇക്വേഷന്റെ. അപ്പൊ എന്താ കിട്ടുക? വേർട്ടിക്കൽ കമ്പോണന്റ് നമുക്ക് പറയാം എസ് വൈ ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ എന്നാ ലഭിക്കുക. ദാറ്റ് ഈസ് വേർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ നോക്കൂ, എസ് വൈ എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ഡിറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. നോക്കൂ, ഒബ്ജക്റ്റ് ഇവിടുന്ന് ഇവിടെ എത്തി. അപ്പൊ ഇവിടുന്ന് ഇവിടെ എത്തുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇതല്ലേ ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് കംപ്ലീറ്റ് ഹൊറിസോണ്ടലാ. ഇവിടെ വേർട്ടിക്കൽ ഡിറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എസ് വൈ ഈക്വൽ ടു 0. മനസ്സിലായോ? ഇനി യുവിനെ നമുക്ക് കമ്പോണന്റ് ആക്കാം. നോക്കൂ, ഈ ഇതിനെ കമ്പോണന്റ് ആക്കുകയാണ്. അപ്പോൾ ഒരു കമ്പോണന്റ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാരാ കിട്ടുക? വി നോട്ട് കോസ് തീറ്റ. വി നോട്ട് എന്ന് പറയാൻ ക്വസ്റ്റ്യനിൽ വി നോട്ട് എന്ന് തന്നുകൊണ്ടാണ്. നിങ്ങൾ യു വെച്ച് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കേണ്ടതാണ്. വി നോട്ട് സൈൻ തീറ്റ വെർട്ടിക്കൽ കോമ്പണന്റ്, ഹൊറിസോണ്ടൽ കോമ്പണന്റ് വി നോട്ട് കോസ് തീറ്റ. അപ്പോൾ യു വൈ ആരാണ്? യു വൈ ഈസ് വി നോട്ട് സൈൻ തീറ്റ. ദെൻ സ്മോൾ ടി ആരാ? അത് ക്യാപിറ്റൽ ടി. കാരണം ഈ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവാൻ എടുത്ത ടൈമാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുക, ഇവിടെ എത്തുമ്പോൾ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതിനെടുത്ത ടൈം എത്ര? അതിനെടുത്ത ടൈമാണ് ക്യാപിറ്റൽ ടി, ടൈം ഓഫ് ഫ്ലൈറ്റ്. ദെൻ ഫൈനലി എ വൈ ആരാ? എ വൈ ഈസ് മൈനസ് ജി. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ഒറ്റയടിക്ക് കിട്ടി. നോക്കൂ, അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നൗ ഇക്വേഷൻ 1 ഇംപ്ലൈസ് എസ് വൈ 0 യു വൈ യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി മൈനസ് ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ. അല്ലേ? എ വൈ മൈനസ് ജി ആണ്. ആ നെഗറ്റീവ് ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം എന്താ കിട്ടുക? ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി. ഇതൊക്കെ ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കുമെന്ന് പറഞ്ഞ ചോദ്യങ്ങളായിരുന്നു. ഒരു ടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി ആരുള്ളത്? ഈ ടീനെ ഇവിടെ നിർത്തുക, ബാക്കിയുള്ളവർ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ദിസ് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ദിസ് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ, ഒരു കാര്യം കൂടെ കണ്ടെത്താൻ നമ്മളോട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതാരാ? മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ് കൂടെ കണ്ടെത്തണം. നോക്കൂ, അതും കൂടെ നമുക്ക് കണ്ടെത്താം. മാക്സിമം ഹൈറ്റ് കണ്ടെത്താനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നോക്കൂ, ശ്രദ്ധിക്കണേ. മാക്സിമം ഹൈറ്റ് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതാണല്ലോ പ്രൊജക്റ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. മാക്സിമം ഹൈറ്റ് ക്യാപിറ്റൽ എച്ച്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി എങ്ങോട്ടുണ്ടാവുക? ഹൊറിസോണ്ടൽ ഡിറക്ഷനിലാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വി വൈ ഇവിടെ എന്താ? 0. കംപ്ലീറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞത് ഇവിടെ യു എക്സ് മാത്രമാണ്. അപ്പൊ വി എക്സ് ഈക്വൽ ടു യു എക്സ് ആണ്. വേർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. മാക്സിമം ഹൈറ്റ് ക്യാപിറ്റൽ എച്ച്, അതിനുള്ള ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? കൺസിഡർ ദ മോഷൻ ഓഫ് ദ പ്രൊജക്ടൈൽ ടിൽ ദ മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റ് വരെ, അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുന്നത് വരെ മാത്രം പരിഗണിക്കുക. ഇവിടെ എത്തുന്നത് വരെ പരിഗണിച്ചാൽ മതി. ഇത്രയും മാത്രം നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അറിയാം? അപ്പോൾ നമുക്ക് വി വൈ സ്ക്വയർ ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് 2gh എന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇതെന്താ? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ ഇല്ലേ? അതിന്റെ വേർട്ടിക്കൽ കോമ്പണന്റ് അടുത്തത്, അതിന്റെ വേർട്ടിക്കൽ കോമ്പണന്റ്. അപ്പൊ നോക്കൂ, ഇവിടെ വി വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി, ഇവിടെ എത്തുമ്പോഴുള്ള വേർട്ടിക്കൽ വെലോസിറ്റി അതെത്ര? 0. അപ്പൊ 0 ഈക്വൽ ടു യു വൈ എന്താ? യു വൈ യു സൈൻ തീറ്റ. അപ്പൊ സ്ക്വയർ വേണം. അപ്പൊ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. പിന്നെ ജി എന്താ? ഇവിടെ ജി അല്ല, ഇവിടെ നമുക്ക് യു വൈ സ്ക്വയർ 2ay sy എന്നാണ്. 2ay sy. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ
മൈനസ് എ വൈക്ക് പകരം മൈനസ് ജി എ വൈ. അപ്പൊ 2GSY എന്താ വെർട്ടിക്കൽ ഹൈറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ക്യാപിറ്റൽ എച്ച്. യെസ്, കഴിഞ്ഞു. ഒറ്റ സ്റ്റെപ്പ് ഉള്ളൂ ആക്ച്വലി ഇതിൽ. കാര്യം മനസ്സിലായ കുട്ടിക്ക് ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ഞാൻ -2GH ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 2GH is equal to U square sin square theta or H is equal to U square sin square theta divided by 2G divided by 2G. This is the final equation. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളോട് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓൺലി വൺ സ്റ്റെപ്പ് ഈസ് ദർ. ഏതാണത്? കൺസിഡർ ദ മോഷൻ ഓഫ് ദ പ്രൊജക്ടൈൽ ടിൽ ദ മാക്സിമം ഹൈറ്റ്. ഇത് മാത്രമേ കണ്ടെത്താനുള്ളൂ, ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇവിടെ എത്തുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി 0, കംപ്ലീറ്റ് വെലോസിറ്റിയും ഹൊറിസോണ്ടൽ ഡിറക്ഷനിലാണ്. എന്നിട്ട് ഇവിടെ മുതൽ നോക്കുക, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ മോഷനെ കൺസിഡർ ചെയ്താൽ നിങ്ങളുടെ ആൻസർ ലഭിച്ചു. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, 27th ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഇമ്പൾസീവ് ഫോഴ്സ്. ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഇറ്റ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്താണ്? എപ്പോഴാണ് ഇമ്പൾസീവ് ഫോഴ്സ്? വെൻ എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം, then the force is said to be impulsive force. മനസ്സിലായോ? When a large force is acting for a very short interval of time, then the force is said to be impulsive force. Give one example. എന്താ എക്സാമ്പിൾ? എന്താ നോക്കൂ, ഒരു നെയില് ഹാമർ ചെയ്യുക, അല്ലെങ്കിൽ ബാറ്റ്സ്മാന് നോക്കൂ, ഒരു ബാറ്റ്സ്മാന് 6 അടിക്കുക. അപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് കൊടുക്കുന്നത് ബാറ്റ്സ്മാൻ 6ലേക്ക് പറപ്പിക്കുകയാണ്. അപ്പോൾ ബോളിന്റെ പിന്നാലെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കണോ? അല്ല, ഒരു ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. യെസ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രത്യേക ബില്യാർഡ് ബോൾസിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് എന്ന് ഇന്നലെയും നിങ്ങളോട് സംസാരിച്ച കാര്യമായിരുന്നു. നോക്കൂ, എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് ദ ബോൾ സ്ട്രെയിറ്റ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ ബൗളർ വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് 12 meter per second. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ബാറ്റ്സ്മാന്റെ അടുത്തേക്ക് നോക്കൂ, ബോൾ വരുന്നുണ്ട്. അപ്പൊ ബോൾ വരുന്ന അതേ സ്പീഡിൽ തന്നെയാണ് ബാറ്റ്സ്മാൻ തിരിച്ചിങ്ങോട്ടും വിട്ട്. ഈ പോകുന്ന സ്പീഡ് എത്ര? 12 meter per second. ഇതെത്ര? ഇതും 12 meter per second. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇമ്പൾസ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന ഇക്വേഷൻ ആണ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു P2 മൈനസ് P1, ദാറ്റ് ഈസ് ഈക്വൽ ടു mv2 മൈനസ് mv1. അപ്പോൾ പല കുട്ടികൾക്കും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ V2 എത്ര കൊടുക്കും? 12, V1 എത്ര കൊടുക്കും? 12. അപ്പോൾ 12 മൈനസ് 12 ഈക്വൽ ടു 0. അങ്ങനെ ചെയ്യരുത് എന്ന് കഴിഞ്ഞ ദിവസവും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ചെയ്യേണ്ടത്? നോക്കൂ, ഇത് വെക്റ്ററാണ്. അപ്പോൾ ഡിറക്ഷൻ കൊടുക്കണം. ഡിറക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ സൈൻ കൊടുക്കുക. അവിടുന്ന് ഇങ്ങോട്ടുള്ളതിന് പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ളതിന് നെഗറ്റീവ് കൊടുക്കണം. ഒന്നിന് പോസിറ്റീവും ഒന്നിന് നെഗറ്റീവും കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ 0.15 മാസ്. V2 അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാൻ പോസിറ്റീവ് എടുത്തു, മൈനസ്. അപ്പോൾ V1 എന്തെടുക്കുക? -12 എന്നാണ് നിങ്ങൾ എടുക്കേണ്ടത്. -12. That is equal to 0.15 into 24 എന്ന് കിട്ടും, which is equal to 3.6 Newton second എന്ന ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. ലഭിച്ചിട്ടുണ്ടോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അല്പ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നോക്കൂ. ഇനി ഞാൻ അനന്തു സാറിന് ഞാനത് ഹാൻഡ് ഓവർ ചെയ്യാണ്. അനന്തു സാർ 28th ഓൺവേർഡ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് അനന്തു സാർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം. ഇപ്പോൾ നമ്മൾ ചെയ്ത മുഴുവൻ ചോദ്യങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമില്ല. ഉണ്ടോ? മീൻസ് മുഴുവൻ ചോദ്യവും പരീക്ഷയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പരീക്ഷയ്ക്ക് അതിൽ നിന്നൊക്കെ ചോയ്സ് ഉണ്ട്. ആൾമോസ്റ്റ് ഡബിൾ ചോയ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് തന്നെ നമുക്ക് എടുത്താൽ കാര്യങ്ങൾ കിട്ടാവുന്നതാണ്. ഓക്കെ, ഓവർ ടു. ഹായ് എല്ലാവർക്കും അടിപൊളിയായി എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ റെസ്പോൺസ്? ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ റെസ്പോൺസ് അടിപൊളിയാണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം
പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയായിരുന്നു അല്ലേ? അനന്തു സാറും FM സാറും നിതിൻ സാറും നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ അടിപൊളിയായി എഴുതാൻ പറ്റിയെന്ന് സാധിക്കുന്നു. +1 എക്സാം സ്റ്റേ ചെയ്തു എന്ന് സുപ്രീം കോടതിയുടെ ഓർഡർ കണ്ടെങ്കിലും എന്ത് ചെയ്യുക, അതിലൊന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. നമുക്കതൊക്കെ പിന്നെ നോക്കാം. ഇപ്പോൾ Xylem ഓഫർ ചെയ്യുന്ന ക്ലാസ്സസ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. നിങ്ങളെല്ലാം അടിപൊളി കുട്ടികളല്ലേ? യെസ്. അപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യം കൂടെ ഉണ്ട്. +1 കഴിയാറായി, നിങ്ങൾ +2ലേക്ക് എൻട്രി ചെയ്യാണ്. നമ്മുടെ അഗ്നി ബാച്ചിന്റെ കാര്യം അറിയാലോ. അഗ്നി ബാച്ച് ഈസ് ഓപ്പണിംഗ്. അഗ്നി ബാച്ചിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഉണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ. +2ന്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, നിങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. +2 ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ +1 പഠിക്കുന്ന പോലെ തന്നെ അടിപൊളിയായി പഠിച്ചു വരിക. ഓക്കെ. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു കാര്യം ഇവിടെ എന്തായിരുന്നു, ഒരു ഫിഗർ വരച്ചെങ്കിൽ പ്രശ്നം ഉണ്ടായിരിക്കുമോ എന്നൊരു ഡൗട്ട് ചോദിച്ചിരുന്നു. ഫിഗർ മാക്സിമം ഹൈറ്റിന്റെ പ്രോബ്ലത്തിൽ ഫിഗർ വരയ്ക്കുന്നതാണ്, ഫിഗർ ബേസിലാണ് എക്സ്പ്ലനേഷൻ പോകുന്നത്. അതുകൊണ്ട് ആ ഫിഗറിന് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഫുൾ മാർക്ക് ചോദ്യത്തിന്റെ ഫുൾ മാർക്ക് കിട്ടില്ലെങ്കിലും ഒരു ഹാഫ് ഓർ 1 മാർക്ക് റിഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. വിഷമിക്കണ്ട. ഓക്കെ. സൗണ്ട് ഓഡിബിൾ ആണോ? സ്റ്റേറ്റ്. ഞാൻ എൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് എന്താണ്, ഡെറിവേഷൻസും കുറച്ച് പ്രോബ്ലംസും വരുന്ന ഏരിയ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എക്സാം ഡിസ്കഷൻ ആണ് അല്ലെ? നിങ്ങൾ എഴുതി കഴിഞ്ഞ് വന്നിരിക്കുന്നവരാണ്. അതെന്താണ്, നമുക്കൊന്ന് ക്യാച്ച് ചെയ്യാനാണ്. നമ്മൾ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണെന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, അങ്ങനെ പറഞ്ഞു പോകാം. വെരി ഗുഡ്. സോ ഫസ്റ്റ് നോക്കുക. യെസ്, വിനേഷ് ബൈക്കാവുങ്കൽ, അത് തന്നെ. യെസ്. അപ്പൊ നോക്കുക, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ആണ്. എന്താ എഴുതണ്ടേ? മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക്കിന്റെ പൊട്ടൻഷ്യലിന്റെ സമ്മാണ്. അപ്പം ദ ടോട്ടൽ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന, അവിടെ സേവ് ചെയ്യുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യലിന്റെ സം എന്ന് പറയുന്നത് ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ കൺസർവേറ്റീവ് ഫോഴ്സ്. അവിടെ പറയണം, ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കാര്യം പറഞ്ഞാൽ പറയണം, അതാണ് ഇമ്പോർട്ടന്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് വേണം പറയാൻ. യെസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ കേസ് ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി. സാർ ഉറങ്ങിയോ, ഇന്നലെ കഴിഞ്ഞ് ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നത്. യെസ്, എല്ലാവരും ഉറങ്ങി. നിങ്ങളൊക്കെ ഉറങ്ങിയായിരുന്നോ? അപ്പൊ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. എന്താണ്, മേളിൽ നിന്നും അവൻ എന്ത് ചെയ്യാണ്, താഴേക്ക് വന്നിരിക്കുകയാണ്. ഇന്നലെ ഡിറൈവ് ഒക്കെ ചെയ്ത് നമ്മൾ പോയതാണല്ലേ വർക്ക് എനർജി പവറിൽ. സോ ഫ്രീലി ഫോളിംഗ് ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 പൊസിഷൻസ് കാണിക്കണം. പെട്ടെന്ന് ഡിറൈവ് ചെയ്യണേ, പെട്ടെന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് പോവുകയാണ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പൊസിഷൻ A ആണ്, ഇത് B ആണ്, ഇത് C ആണ്. മൊത്തം ഹൈറ്റ് h ആണ്. ഇവിടുന്ന് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്ന് x ഡിസ്റ്റൻസ് വന്നു. ഇത് എത്രയാ, h - x ആണ്. നമുക്ക് അറ്റ് A എഴുതാലോ. നിങ്ങൾ എഴുതണേ, അറ്റ് A എന്ത് എഴുതാം? യെസ്. അറ്റ് എയിലെ കാര്യം വേഗം പറഞ്ഞേ. അറ്റ് എ എന്ന് പറയുമ്പോൾ ഏറ്റവും മേളിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. അവിടെ ആര് മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ, mgh ആണ്. കാരണം അത് വീഴാൻ പോവുകയാണ് അല്ലെ? കൈനറ്റിക് എനർജി ഉണ്ടോ അവിടെ? കൈനറ്റിക് എനർജി ഇല്ല. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. എന്ന് പറഞ്ഞാൽ ആരാണ്, mgh തന്നെയാണ്. അപ്പൊ അവിടുത്തെ ആള് കഴിഞ്ഞു. അടുത്ത അറ്റ് ബി ആണ്. അറ്റ് ആരാണ്, അറ്റ് ബിയിലെ അവസ്ഥയാണ്. ബിയിലെ അവസ്ഥ നിങ്ങൾ പറഞ്ഞേ, രണ്ടിന്റെ ഇടയിലാണ്, നടുക്കാണ്. അപ്പൊ ബോൾ വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവന് പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും ഉണ്ട്. രണ്ടും കൊടുക്കാലോ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ m × g താഴേന്ന് മേള് വരെയുള്ള ഹൈറ്റ് എത്രയാ, h - x. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, mgh - mgx എന്ന് എഴുതാം. കൈനറ്റിക് എനർജി ഞാൻ പഠിച്ചിട്ടുണ്ട്, ½mv² ആണ്. പക്ഷെ ഈ ഫോർമാറ്റിൽ എഴുതാൻ നമ്മൾ ഡെറിവേഷനിൽ എങ്ങനെയാ പഠിച്ചേ? എനിക്കറിയാം, v² = u² + 2as ആണ്. v² = u എന്ന് പറഞ്ഞാൽ 0 ആണ്. 2 × a എന്ന് പറഞ്ഞാൽ g ആണ്. s എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് സഞ്ചരിച്ച ദൂരമാണ്, x ആണ്. അപ്പൊ എനിക്ക് കിട്ടും v² = 2gx ആണ്. അപ്പൊ m × 2gx എന്ന് കൊടുക്കും. 2 വെട്ടിപ്പോയി, mgx എന്ന് എനിക്ക് കിട്ടും. സോ ടോട്ടൽ എനർജി എനിക്ക് എന്താ, mgh - mgx + mgh എല്ലാം വെട്ടിപ്പോയി, എനിക്ക് mgh മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ രണ്ട് പൊസിഷൻസിലും എന്തായി, ടോട്ടൽ എനർജി mgh ആയി മാറി. അങ്ങനെയാണെങ്കിൽ ബാക്കി എഴുതാലോ. ഏറ്റവും അവസാനം പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. കാരണം ഹൈറ്റ് എന്താ, 0, ഹൈറ്റ് ഇല്ല. അവസാനത്തെ കൈനറ്റിക് എനർജി എന്താ, ½mv² ആണ്. യെസ്, ½mv² ആണെന്ന് നോക്കിയേ. ½ m × v² = u² + 2as. v² = u0 ആണ്. 2 × g × s എന്ന് പറഞ്ഞാൽ മൊത്തം ഹൈറ്റ് ആണ്. അപ്പൊ v² = 2gh കൊടുക്കാം. അപ്പൊ ½ m × 2gh കൊടുത്തു. മാസും
ഹാഫ് എം ഇൻറ്റു 2GH കൊടുത്തു, സോറി 2 2 വെട്ടിപ്പോയി, എനിക്ക് കിട്ടും mgh. അപ്പൊ ഈ 3 പോയിന്റിലും mgh ആണെന്ന് മാത്രം കാണിച്ചാൽ മതി, നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് കിട്ടും. ആ പടവും അതുപോലെ വരച്ചു വെക്കുക. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ, നിതിൻ സാർ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നോക്കുക ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ എനർജി. യെസ് ഇവിടെ ശ്രദ്ധിച്ചേടാ, ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ, ഇതൊക്കെ ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നമുക്ക് പോയാൽ ഒരുപാട് സമയം ലാഗ് ചെയ്ത് പോകും, അതുകൊണ്ട് പെട്ടെന്ന് അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അതെ, ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ സ്ട്രെച്ച്ഡ് സ്പ്രിങ്ങിന്റെ കേസിൽ ഇങ്ങനെ സ്പ്രിംഗ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എഴുതാൻ എന്ത് ചെയ്യണം, ആദ്യമേ ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ. ഒരു സ്പ്രിങ്ങിനെ അത് മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്നു, ഞാനൊന്ന് അമക്കിയാൽ അത് തിരിച്ച് അതേ പൊസിഷനിൽ റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതിനർത്ഥം ഹുക്സ് ലോ പ്രകാരം F = -kx എന്ന് ആദ്യമേ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്പ്രിങ്ങിനെ x = 0 ഇരിക്കുന്ന സ്പ്രിങ്ങിനെ അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് xm എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് വലിച്ചു നീട്ടി. ഓക്കെ, അപ്പൊ അത് ആദ്യമേ ഒരു ചെറുതായിട്ട് നീക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു അവിടുത്തെ ചെറിയ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എനിക്ക് വലിയ വർക്ക് കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ നിന്ന്, 0-ൽ നിന്നും എന്റെ മാക്സിമം പൊസിഷൻ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ആ ഡെറിവേഷൻ രീതിയിൽ പഠിച്ചിട്ടാണ് പോകുന്നത് അല്ലെ. ഇതൊക്കെ എഴുതാൻ വേണ്ടി f dx, fന് -kx എന്ന് കൊടുക്കാം, -ks dx ഫ്രം 0-ൽ നിന്നും 0 നിന്നും xm വരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. -k കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. ഇന്റഗ്രൽ x dx ആണ്, എവിടുന്ന് എവിടം വരെ, 0 to xm വരെ, അല്ലെങ്കിൽ -k into x²/2. ഇന്റഗ്രൽ x എന്ന് പറഞ്ഞാൽ എത്രയാണ്, x⁻n+1/n+1 ആണ്, അല്ലെങ്കിൽ x²/2 ആണ്, എവിടുന്ന് എവിടം വരെ, 0 തൊട്ട് xm വരെ. ഡെറിവേഷൻ ആണ്. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഇന്നത്തെ ഫിസിക്സ് ഡിസ്കഷന്റെ ആൻസർ കീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്ത് തരാം. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. അപ്പൊ എനിക്ക് കിട്ടും -12 kxm² എന്ന് കിട്ടും വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും എന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഈസ് ½ kxm². ഇത് വെച്ച് ഡിറൈവ് ചെയ്താൽ ഉറപ്പായും യെസ് അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം u = ½ kxm² എന്ന് വരെ ഡിറൈവ് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നോക്കുക, ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പെട്ടെന്ന് പഠിച്ചു വെക്കാവുന്ന ഒരു ഗ്രാഫ് ആണത്. വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ് എങ്ങനെയായിരിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഇരിക്കുക. നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തു. ഇവിടെയാണ് നമ്മുടെ ടോട്ടൽ എനർജി, ഇങ്ങോട്ട് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എടുത്തു. ഓക്കെ, ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ വരുന്ന ഒരു വസ്തുവിന് ഏറ്റവും എൻഡ് പോയിന്റിൽ മാക്സിമം ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കുറഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ഏറ്റവും x = 0 പൊസിഷനിൽ ഏറ്റവും 0 ആയിരിക്കും, പിന്നെ കൂടി ഇങ്ങനെ വരും. ഇതാണ് എന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് u എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇങ്ങനെയായിരിക്കും എന്റെ കർവ് വരിക. സോ ഇതാണ് അതിന്റെ റൈറ്റ് ആൻസർ. ഇത് അറിയില്ലായിരുന്നു കുഴപ്പമില്ല. 5 ക്വസ്റ്റ്യൻ ആണ്, 10 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിന്ന് 5 എണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്. ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം ആൾക്കാർ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, അതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇനിയുള്ള മോഡൽ എക്സാം അല്ല, മെയിൻ എക്സാം ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി ജസ്റ്റ് ഇതൊന്ന് തന്നേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ്, ഇതൊക്കെ ഡെറിവേഷൻ സംബന്ധമായ ചോദ്യങ്ങളാണ്. കണ്ടോ, നമ്മൾ ഫോക്കസ് ചെയ്യലിൽ നിന്ന് ഇത് വരുമെന്ന് പറഞ്ഞു, ആ സാധനം തന്നെ എന്ത് ചെയ്തു, കയറി വന്നു. ക്ലാസ്സസ് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇന്നലെ ആരൊക്കെ അയ്യോ ഫെയിൽ ആകുമോ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ യാതൊരുവിധ ആവശ്യവുമില്ല. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് സമയം എടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ള സമയത്ത് എന്താണ്, നിങ്ങൾക്ക് ലെഷർ ടൈം ഉണ്ട്. പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യുക, പഠിച്ചാൽ ഉറപ്പായി നിങ്ങൾക്ക് ഉപകാരപ്പെടും. വെരി ഗുഡ്. അപ്പൊ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് ദ ഇക്വേഷൻ കണക്ടിങ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അല്ലെ, ജിയുടെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഡയറക്റ്റ് എടുത്ത് എഴുതാം. G = എന്താണ്, gm/r² ആണ്. G = gm/r² ആണ്. ഇവിടെ നിങ്ങൾ ഒരു ഇക്വേഷൻ എഴുതാൻ ചോദിക്കുമ്പോൾ അവിടുത്തെ ടേംസിനെയൊക്കെ എടുത്ത് എഴുതിയാൽ ആ കാണുന്ന എക്സാമിന് മാർക്ക് ഇടുന്ന ആൾക്ക് എന്തായാലും സന്തോഷമായിരിക്കും. ഇവൻ എന്തെങ്കിലും അറിയാം. അപ്പൊ എന്താണ്, അപ്പുറത്തെ ഇപ്പുറത്തെ പ്രോബ്ലത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് കിട്ടിയാലും ചിലപ്പോൾ എന്തെങ്കിലും അവരൊരു കൺസിഡറേഷൻ തന്നാലോ. അതുകൊണ്ട് അറിയാവുന്ന പ്രോബ്ലങ്ങൾ
മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് മോഡി പിടിപ്പിക്കാൻ ശ്രമിക്കുക. അതൊരു നല്ല കാര്യമാണ്. സോ G is equal to gm/r². G എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ എർത്ത് ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പൊ അതും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നോക്കിയേ, ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷനിൽ നിങ്ങൾ ചോദ്യങ്ങളുടെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് d ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ നിന്നും ഡെപ്ത് d കുഴിച്ചു വരുമ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ അല്ല ഡിറൈവ് ചെയ്യാനാണ്. എന്തായിരുന്നു, G' = G × 1 - d/r എന്നായിരുന്നു ഇക്വേഷൻ. എങ്ങനെയാ ഡിറൈവ് ചെയ്യുക, ഒന്ന് വേഗം ശ്രദ്ധിച്ചേ. ഇവിടെ ശ്രദ്ധിക്കടാ, ഇതാണ് നിങ്ങളുടെ, ഇതിപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഡെറിവേഷൻ ആണ്. നിങ്ങൾ വേറെ രീതിയിൽ ഡിറൈവ് ചെയ്താലും ഫൈനൽ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ മാത്രം കിട്ടിയാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായും മാർക്ക് കിട്ടുന്നതാണ്. അപ്പൊ നോക്കുക, ഇതാണ് എന്റെ മെയിൻ എർത്ത് എന്ന് പറയുന്നത്. ഇതാണ് എർത്തിന്റെ മാസ്. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഡെപ്ത് കുഴിച്ചു പോയി. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ വേറൊരു സർക്കിൾ വരച്ചു, അല്ലെങ്കിൽ ഒരു സ്ഫിയർ വരച്ചു. അവിടുത്തെ എന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് r - d ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം സർഫസിൽ ജിയുടെ വാല്യൂ gm/r² ആണ്. എന്താണ്, സർഫസിൽ ജിയുടെ വാല്യൂ gm/r² ആണ്. പക്ഷെ മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒന്ന് നോക്കിക്കടാ. മാസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അതുകൊണ്ടാണ് ഇവിടെ 4/3 πr³ ഇൻറ്റു വോളിയം 4/3 πr³ ആണ് ഇൻറ്റു റോ എന്ന് എഴുതിയത്. കണ്ടോ, 4/3 πr³ ഇൻറ്റു റോ. അപ്പൊ r³ ഒരു r² താഴെ നിന്ന് r വെട്ടിപ്പോയി, നമുക്ക് ഇത്ര കിട്ടും, G is equal to 4/3 πρg എന്ന് കിട്ടും. G is equal to 4/3 πρg. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡെപ്ത് വരുമ്പോൾ എന്താ ചെയ്യുക, 4/3. ഞാൻ പറഞ്ഞില്ലേ ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ, ഒരു ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഡയഗ്രാം ഉള്ള ഡെറിവേഷൻസ് ആണെങ്കിൽ അവിടെ ഡയഗ്രാം കാണിച്ചാൽ ഇക്വേഷൻസ് എഴുതുമ്പോൾ എന്താണ്, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ കാണുന്ന ആൾക്കും എന്താണ്, നല്ലതാണ്. മാക്സിമം ഹൈറ്റിന്റെ കേസിൽ ഡയഗ്രാം നിർബന്ധമാണ്. ഇവിടെയും ഡയഗ്രാം എന്താണ്, എഴുതിയാൽ അത്രയും നല്ലതാണ് എന്നേ ഞാൻ പറയുള്ളൂ. എക്സാമിനർ നോക്കുന്ന അനുസരിച്ചിരിക്കും, വേരി ചെയ്യും, അറിയില്ല. ചിലപ്പം അവൻ എഴുതിയിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ മാർക്ക് തരാം. പക്ഷെ എന്നാലും ഡയഗ്രാം നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്താണ്, അപ്പം എന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സർഫസിൽ 4/3 πg ρ ഇൻറ്റു r എന്ന് കിട്ടി. അപ്പൊ കുറച്ച് കുഴിച്ചു പോയി, ഒരു r- ഡിസ്റ്റൻസ് മാറി നിന്നാൽ എന്ത് കിട്ടും, 4/3 πg ρ ഇൻറ്റു r - d കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇവർ തമ്മിൽ ചുമ്മാ റേഷ്യോ എടുക്കുക. ദാറ്റ് ഈസ് gd/g. അത് ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ r - d/r ആണ്. ബാക്കി എല്ലാവരും കട്ടായി പോകും. എനിക്ക് വേണ്ടത് എന്താ, gd/g is equal to, ഇവിടെ ഞാൻ r കോമൺ എടുത്തു. r കോമൺ എടുക്കുമ്പോൾ r ഇൻറ്റു 1 - d/r എന്ന് വരും. അതല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. എനിക്ക് വേണ്ടത് അറ്റേ ഡെപ്ത് ആണ്. അപ്പൊ g യെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ ചോദ്യമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? h/r പറ്റും, d/r എന്നോ h/r എന്നോ എഴുതിയാൽ മതി. അവിടെ മെൻഷൻ ചെയ്യണം, h എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണെന്ന് കാണിച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഹുസ്ന പേരയിൽ h/r എന്ന് എഴുതിയാൽ h എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണെന്ന് എഴുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് പാസ്കൽസ് ലോ എന്നാണ്. ഞാൻ ഫ്ലൂയിഡ്സ് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, നിങ്ങൾ കാണുന്ന സ്ലൈഡിലെ ഓരോന്നും ഓരോ ചോദ്യമാണെന്ന്. അതിൽ നിന്നും വന്നൊരു ചോദ്യമാണ് പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പഠിച്ചിട്ടാണല്ലേ പോയത്. എന്താണ്, എന്ത് ചെയ്യണം, ഒരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് എടുക്കുക, എവിടെയെങ്കിലും ഒരു പ്രഷർ അപ്ലൈ ചെയ്യുക, അത് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതാണ് പാസ്കൽസ് ലോ. ഇത് കഴിഞ്ഞ് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ആണല്ലോ. നോക്കിയേ, ചേഞ്ച് ഇൻ പ്രഷർ അപ്ലൈഡ് ടു എൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ടു എവറി പോയിന്റ് ഓഫ് ദ ഫ്ലൂയിഡ് and the walls of the container vessel. ബെർണോളിയുടെ പ്രൂഫ് വന്നിരുന്നു, എന്നാലും പാസ്കൽസ് ലോ വന്നു. അപ്പൊ നമുക്ക് എന്താ, ഒരു അഡീഷൻ അവിടെ ഉണ്ടായി. കണ്ടോ, അപ്പൊ അത് എഴുതിയില്ലെങ്കിലും ഇത് കിട്ടും. ബാക്കി 4 ആൻസേഴ്സും കൂടെ എഴുതിയാൽ മതി എന്നായി. ബെർണോളി പ്രൂഫ് ഞാൻ പറഞ്ഞിരുന്നു, കാണിക്കാം. എന്താണ്, കുറച്ച് ലെങ്തി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. ഇന്നലെ ലൈവ് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരുന്നല്ലോ. ഓക്കെ, എന്നാലും നമുക്ക് എന്താ, നമ്മുടെ പറഞ്ഞ ആളെ തന്നെ കിട്ടി, നമ്മുടെ പറഞ്ഞ ക്വസ്റ്റ്യനും നമുക്ക് കിട്ടി. ആ ക്വസ്റ്റ്യൻ യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞ ലോ പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ബേസിൽ എന്ത് ചെയ്യാം, അതിന്റെ ബേസിൽ സ്പീഡ് കുറയ്ക്കണോ? നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലേ, സ്പീഡ് നമ്മൾ എന്ത് പറഞ്ഞു പോവല്ലേ, സ്പീഡ് കുറയ്ക്കണേ പറയണേ. ഓക്കെ, ഹുസ്ന പേരൽ h/r പറ്റുമോ? ഞാൻ റിപ്ലൈ പറഞ്ഞു കഴിഞ്ഞു. യെസ്. അവിടെ നോക്കടാ, ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഈസ് ഡിഫൈൻഡ് ടു ലിഫ്റ്റ് കാർസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. അപ്പൊ എന്താ ചെയ്യുക, ലിഫ്റ്റിന്റെ മാസ് വന്നിട്ടുണ്ട്. ഇതാണ് എന്റെ ലിഫ്റ്റ്, ഇതാണ് അവിടുത്തെ പിസ്റ്റൺ, ഇതാണ് എന്റെ ചെറിയ പിസ്റ്റൺ. ഇവിടുത്തെ മാസ് വന്നിട്ടുണ്ട് 3000 കിലോഗ്രാം.
3000 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ വേറെ എന്താ തന്നിരിക്കുന്നത്? മാസ് 3000 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഏരിയ തന്നിട്ടുണ്ട് 425 സെന്റിമീറ്റർ സ്ക്വയർ എന്ന്. ഏരിയ എത്ര തന്നിരിക്കുന്നത്? 425 സെന്റിമീറ്റർ സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം നമുക്കറിയാം, ഇവിടുത്തെ പ്രഷർ ആണ് ചോദ്യം, P1 ആണ് ചോദ്യം. നമുക്ക് ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിച്ചുകൂടെ? ഈ P2 കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? കാരണം പാസ്കൽസ് ലോ പ്രകാരം ഇവിടെ നമുക്ക് ഫോഴ്സ് എഴുതിയാം. ഫോഴ്സ് F = mg ആണ്. ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ പ്രഷർ P2 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് F2/A2 ആണ്. എന്ന് പറഞ്ഞാൽ മാസ് 3000 ഇൻറ്റു G എന്ന് പറഞ്ഞാൽ 9.8 ആണ്. ഡിവൈഡ് ബൈ ഏരിയ 425 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്ററിന് എവിടെ കണ്ടാലും എടാ 10⁻⁻2 മീറ്റർ എന്ന് വിളിക്കണം. അപ്പൊ അതെന്താവും? 10⁻⁻2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ അത് ഇവിടുത്തെ പ്രഷർ ആണ് കിട്ടുക. പക്ഷേ അപ്പുറത്തെ സ്മോൾ പിസ്റ്റന്റെ പ്രഷർ ആണ് ചോദ്യം. അത് പാസ്കൽസ് ലോ പ്രകാരം ഒരേ ലെവൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രഷർ എന്ത് തന്നെയായിരിക്കും? P1 തന്നെയായിരിക്കും. ഇത് സോൾവ് ചെയ്ത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. ഏകദേശം 6.917 ഇൻറ്റു 10⁵5 പാസ്കൽ എന്ന് വേണം നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ. ഓക്കെ, ഈസി അല്ലേ? സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാനുണ്ട്, സ്റ്റേറ്റ് ചെയ്യാനുണ്ട്. സ്റ്റേറ്റ് ഇനിയിപ്പോൾ അഥവാ പ്രൂഫ് എഴുതിയില്ലെങ്കിലും സ്റ്റേറ്റ് എഴുതിയാൽ അതിന്റെ പകുതി മാർക്കോളം നിങ്ങൾക്ക് അതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു പോയതാണല്ലേ. എന്തായിരുന്നു? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, അതുപോലെ തന്നെ ബാക്കി മൂന്ന് ആൾക്കാരുടെയും സം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. 4A നല്ല ആളാണ്. ആളെന്താ പറയാ? നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ സ്ട്രീം ലൈൻ ആയിട്ട് പോകുന്ന ഒരു ലിക്വിഡിന്റെ കേസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ ആ ഒരു ഇക്വേഷനും കൂടെ എഴുതി വെച്ചാൽ നല്ലതാണ്. യെസ്, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ എന്തെഴുതാം? എന്റെ ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് പി പ്ലസ് റോ ജി എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വന്ന മോഡൽ പേപ്പറും അതിന്റെ സൊല്യൂഷൻസും ഇന്ന് തന്നെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇതിന്റെ പ്രൂഫാണ്. പ്രൂഫിന്റെ കേസ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൂഫ് എന്ത് ചെയ്യണം? ആദ്യമേ എന്ത് ചെയ്യുക? അതിന്റെ ഫിഗർ വരയ്ക്കുക. ഫിഗറിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഫാക്ടേഴ്സ് കാണിക്കുക. H1 ഹൈറ്റ് മാറി, H2 ഹൈറ്റ് മാറി, രണ്ട് മാറി നിൽക്കുന്ന ഷേപ്പിൽ ആൾക്കാരെ കാണിക്കുക. അവിടുത്തെ ഫോഴ്സ് P1, ഇവിടുത്തെ ഫോഴ്സ് P1 ആണ്. അടുത്ത ഏരിയ A1 ആണ്. ഇവിടുത്തെ ഫോഴ്സ് P2 ആണ്. ഏരിയ A2 ആണ്. ഓക്കെ, അവിടുത്തെ ഫ്ലൂയിഡ് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അതിനെ X1 എന്ന് കാണിച്ചാൽ അതിനെ V1 ഡെൽറ്റ ടി എന്ന് കാണിക്കാം, V2 ഡെൽറ്റ ടി എന്ന് കാണിക്കാം. അപ്പൊ ഫിഗർ ആദ്യം എന്ത് ചെയ്യുക? വരച്ചു വെക്കുക. ഓക്കെ, ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? നിങ്ങൾ പറയൂ, ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേഗം ആൻസർ പറയൂ. ഓക്കെ, പറയാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ പ്രകാരമാണ് ശരിക്കും എന്ത് നമ്മുടെ ബെർണോളിസ് തിയറം പോകുന്നത് എന്ന് പറയുന്നു. അപ്പം ഒരു നോൺ വിസ്കസ് ആയിട്ടുള്ള ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ ഏരിയ A1 ആണ്, V1 ആണ്, ആ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ പോർഷൻ കണ്ടോ? ഇവിടുന്ന് ഇത്രയും പോർഷനിൽ കുറച്ച് ലിക്വിഡ് ഒഴുകി. അതേ എമൗണ്ട് ഓഫ് ലിക്വിഡ് തന്നെ ആയിരിക്കും ഇവിടെയും ഒഴുകുക എന്ന് കാണിക്കുക. പെട്ടെന്ന് സ്പീഡിൽ ഒന്ന് ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണേ. ഇവിടെ നോക്കുക. അതായത് ഇവിടെ നോക്കുക. ഇവിടെ എന്താണ്? ഇവിടെ ഇത്രയും മാസ് ഒഴുകി. അതേ എമൗണ്ട് ഓഫ് മാസ് എന്ത് ചെയ്യും? ഈ DE എന്ന് പറഞ്ഞ സെക്ഷനിലും ഒഴുകും. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ട് നിങ്ങൾ കാണിക്കേണ്ടത്. സോ ആസ് ദ ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ, അതായത് ഇവിടുന്ന് എത്ര മാസിനെ കടത്തി വിടുന്നോ അത്രയും മാസ് ആയിരിക്കും ആ എൻഡിലും കടന്നു പോകുന്ന മാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. പഠിച്ചിട്ടുണ്ടോ? വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് ഇൻറ്റു ഡെൻസിറ്റി. സോ ഞാൻ എന്ത് എഴുതി? മാസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ ഞാൻ ഇത്രയും ഭാഗത്തെ ഏരിയ എടുത്തു. ഏരിയ എന്ന് പറഞ്ഞാൽ A1 ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ V1 ഡെൽറ്റ ടി ആണ്. അപ്പൊ ഞാനത് ഇങ്ങോട്ട് എടുത്തു. ശ്രദ്ധിക്കണേ. സോ നോക്കുക, A1 V1 ഡെൽറ്റ ടി. ഏരിയക്ക് പകരം എന്ത് കൊടുത്തു? A1 V1 ഡെൽറ്റ ടി ഇൻറ്റു റോ എന്ന് കൊടുത്തു.
ഓക്കെ ഈക്വൽ ടു അത് തന്നെയാണ് അപ്പുറത്തെ സെക്ഷനിലും ഇവിടെ എത്ര മാസ് പോകുന്നോ അത്രയും മാസ് തന്നെയായിരിക്കും ഇവിടെയും പോവുക. സ്പീഡിലാണ് ബെർണോളി പറയുന്നത്, ഫോളോ ചെയ്യാൻ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. സോ അവിടെ എന്ത് ചെയ്തു, A2V2 ഡെൽറ്റ ടി എന്ന് എഴുതി, ഇൻറ്റു റോ എന്ന് എഴുതി. സോ അതിനർത്ഥം മാസ് കോൺസ്റ്റന്റ് ആണ്, മാസിന്റെ വാല്യൂ സെയിം ആണ്. അപ്പൊ എനിക്ക് ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാം. എന്ത് ഇക്വേറ്റ് ചെയ്യാം, A1V1 ഡെൽറ്റ ടി റോ ഈസ് ഈക്വൽ ടു A2V2 ഡെൽറ്റ ടി റോ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി റോയും ഡെൽറ്റ ടി റോയും വെട്ടിപ്പോയി എനിക്കൊരു ഫൈനൽ ഇക്വേഷൻ കിട്ടും, A1V1 ഈക്വൽ ടു A2V2. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഓരോ സ്റ്റെപ്പ് എടുക്കുക, ഓരോ ഫ്ലൂയിഡിന്റെയും കൈനറ്റിക് എനർജി എടുക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ വെലോസിറ്റി V1 ആണ്, ഇവിടെ വെലോസിറ്റി V2 ആണ്. ഇവിടുത്തെ കൈനറ്റിക് എനർജി 12m × V1 സ്ക്വയർ ആണ്, ഇവിടുത്തെ കൈനറ്റിക് എനർജി 12m × V2 സ്ക്വയർ ആണ്. അതിന്റെ ചേഞ്ച് എടുക്കുക. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്തു, ഞാൻ ആദ്യമേ എഴുതി. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ്, 12m × V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ കൊടുത്തു. എമ്മിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാസിന് പകരം എന്ത് കൊടുക്കാം, നമ്മളിവിടെ എഴുതിയായിരുന്നു A1V1 ഡെൽറ്റ ടി റോ എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. സോ മാസിന് പകരം എന്ത് കൊടുത്തു, A1V1 ഡെൽറ്റ ടി റോ എന്ന് കൊടുത്തു, ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പൊ ഏതൊക്കെ വേണം, കൈനറ്റിക് എനർജി വേണം, പൊട്ടൻഷ്യൽ എനർജി വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് എഴുതി, പൊട്ടൻഷ്യൽ എനർജി അടുത്ത് എഴുതി. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mg, ഒരെണ്ണം ഹൈറ്റ് h2 ആണ്, മറ്റവൻ h1 ആണ്. അപ്പൊ എനിക്ക് എന്ത് കാണിക്കാം, mg × h2 മൈനസ് h1 എന്ന് കാണിക്കാം. എമ്മിന് പകരം ഞാൻ നേരത്തെ പോലെ തന്നെ A1V1 ഡെൽറ്റ ടി റോ എന്ന് ഇട്ട് കൊടുത്തു, ഇൻറ്റു h2 മൈനസ് h1. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്, ബെർണോളിസ് തിയറത്തിൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഇക്വേറ്റ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഫ്ലൂയിഡിനെ തള്ളി കയറ്റുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുക, ഫ്ലൂയിഡ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സത്യം പറഞ്ഞാൽ 10 പേരെ ക്ലാസ്സിലോട്ട് കയറ്റി വിടുന്നു, 2 പേര് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. അതിനർത്ഥം ഇവിടെ കുറച്ച് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് കയറുന്നു, ഇവിടെ കുറച്ച് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡുകൾ കയറുന്നു, ഇവിടെ കുറച്ച് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഇറങ്ങുന്നു. അതാണ് അപ്പൊ അവിടെ നെറ്റ് വർക്ക് ഡൺ വേണം നമ്മൾ എടുക്കാൻ. എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് A മൈനസ് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് B. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു A1 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ V1 ഡെൽറ്റ ടി ആണ്. അതൊന്ന് സോൾവ് ചെയ്ത് വരുമ്പം എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ആ വർക്ക് ഡൺ ആണ് എന്റെ കൈനറ്റിക് എനർജി തിയറം പ്രകാരം, വർക്ക് ഡൺ ഈക്വൽ ടു കൈനറ്റിക് എനർജി തിയറം പ്രകാരം ഇതെന്ന് പറയുന്നത് എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. ജസ്റ്റ് ആ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുക, ഫൈനൽ ഇക്വേഷൻസിലേക്ക് എത്തിച്ചേരുക. P + ½ ρ V² + ρ GH = കോൺസ്റ്റന്റ്. ഇൻ കേസ് ഡെറിവേഷൻ എഴുതാൻ പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ്മെന്റും അതിന്റെ ആ ഇക്വേഷൻ എങ്കിലും എഴുതി വെക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഇനി വരുന്ന ഫ്ലൂയിഡ്സിന്റെ ലൈവ് ക്ലാസ്സിൽ പ്രോപ്പറായി നല്ല അടിപൊളിയായി തന്നെ ഡെറിവേഷൻസ് എന്ത് ചെയ്യും, നിങ്ങളെ ഇരുത്തി തന്നെ ഞാൻ എന്ത് ചെയ്യും, പഠിപ്പിക്കുന്നതായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വേഗം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. വേഗം നോക്കിയേ. എക്സ്പ്ലെയിൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. നിങ്ങൾ തെർമൽ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെള്ളത്തിന്റെ കേസിൽ 0 തൊട്ട് 4 ഡിഗ്രി വരെ, ശരിക്കും എല്ലാവരുടെയും ആൾക്കാരുടെയും കേസിൽ ചൂട് ഹീറ്റ് ആക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ഹീറ്റ് ആക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇൻ കേസ് ഓഫ് വാട്ടർ ഫ്രം 0 to 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിന് എന്താ സംഭവിക്കുക, കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുക. 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, എക്സ്പാൻഷൻ സംഭവിക്കുക. അതിനാണ് ശരിക്കും അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം 4 ഡിഗ്രി സെൽഷ്യസിൽ അതിന് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും, വോളിയം മിനിമം ആയിരിക്കും. ആ കാര്യങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി, അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഉറപ്പായും സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 10 കിലോഗ്രാം വെള്ളം, വാട്ടർ ആണ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 10 കിലോഗ്രാം വാട്ടർ ആണ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അത് സ്റ്റീമായി മാറുവാണ്, 10 കിലോഗ്രാം സ്റ്റീം തന്നെയായി മാറുവാണ്. ടെമ്പറേച്ചർ മാറിയിട്ടില്ല, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷേ അത് എന്താണ്, സ്റ്റീമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ് ട്രാൻസിഷൻ അവിടെ കൊടുക്കുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാസ് ഇൻറ്റു അവിടുത്തെ ലാറ്റൻ ഹീറ്റ് ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന മാസിനെ 10 കിലോഗ്രാം ആണ്, ഇൻറ്റു അവിടുത്തെ ലാറ്റൻ ഹീറ്റ് ആയ 22.6 × 10⁵ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഉത്തരം കിട്ടും 226 × 10⁵ ജൂൾ എന്നായിരിക്കും ആൻസർ വരിക. 226 × 10⁵ ജൂൾ എന്നായിരിക്കും ആൻസർ വരിക. അത് ശ്രദ്ധിക്കണം. ഇക്വേഷൻ മാസ് ഇൻറ്റു ആ തന്നിരിക്കുന്ന ലാറ്റൻ ഹീറ്റ് ആണ്.
ടൈം ടേബിൾ ഓഫ് ലൈഫ്സിനെ കുറിച്ചൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. +2 ക്ലാസ്സിനെ കുറിച്ച് പറയാമോ? പറഞ്ഞിരുന്നു. അഗ്നി ബാച്ചിന്റെ അഡ്മിഷൻ ഓപ്പൺ ആണ്, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മളെല്ലാവരും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കാണും, മെന്റർഷിപ്പ് പ്രോഗ്രാംസും എല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ ആപ്പിൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ അപ്ഡേഷൻ ഉണ്ടാവും, ലൈവ് ക്ലാസ്സസും ഉണ്ടാവും, ഇന്ററാക്ഷനും ഉണ്ടാവും. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ എന്തായാലും കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ. കണ്ടോ, അവസാനം വരുന്നതോറും ഡെറിവേഷൻസ് ആണ് കൂടി വരുന്നത്. ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഡാടാ ഇവിടെ ശ്രദ്ധിക്കാനുള്ളവരൊന്നും ഇവിടെ ശ്രദ്ധിച്ചേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദ സിമ്പിൾ പെൻഡത്തിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിമ്പിൾ പെൻഡിൽ ഇങ്ങനെ മേളിലേക്ക് പോയി. ഓക്കെ, ഇവിടെ നിന്ന് ഈ പൊസിഷൻ ഇങ്ങോട്ട് മാറി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ടെൻഷൻ എന്ത് ചെയ്യാണ്? മേളിലേക്ക് ആക്ട് ചെയ്യുകയാണ്. എൻ്റെ mg എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഞാൻ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? റിസോൾവ് ചെയ്തു. താഴേക്ക് mg cos θ, ഇങ്ങോട്ട് mg sin θ. സോ ഇവനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് എഴുതാം ടോർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് വരാൻ കാരണം എന്താ? ഇങ്ങോട്ടാണ്, തിരിച്ച് ഡിസ്പ്ലേസ്മെന്റ് പൊസിഷനിലേക്കാണ് വരുന്നത്, ഡിസ്റ്റൻസ് അങ്ങോട്ടാണ്. അപ്പം -mg sin θ ആണ് അവിടുത്തെ ഫോഴ്സ്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ഇൻറ്റു എൽ ആണ്. പക്ഷെ എനിക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു I ആൽഫ ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? I ആൽഫയെയും ഇവനെയും ഇക്വേറ്റ് ചെയ്യാം. -mg sin θ ഇൻറ്റു എല്ലിനെയും ഇക്വേറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് കേട്ടിരിക്കുക, ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക. ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ സ്ലൈഡ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഡെറിവേഷൻ ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് ആൽഫ കണ്ടുപിടിക്കാം. -mgl/i ഇൻറ്റു sin θ എന്ന് എനിക്ക് കിട്ടും. എക്സാം നടക്കൂടാ? എക്സാം ഒക്കെ നടക്കും, എക്സാം നടത്തും. കാരണം എന്താ? ഇത്രയൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ. എക്സാം നടന്നില്ലെങ്കിൽ അതിനൊരു യൂസ്ഫുൾനെസ് ഇല്ലാതാവും. സോ sin θ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ എനിക്ക് അതിനെ തീറ്റയോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് കിട്ടും ആൽഫ ഈസ് ഈക്വൽ ടു -mgl/i ഇൻറ്റു θ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ കാണേണ്ട കാര്യം ആൽഫ ഈസ് പ്രപ്പോർഷണൽ ടു -θ. ഇത് ശരിക്കും എന്താണ്? എൻ്റെ SHM ആണെന്ന് എഴുതി കാണിക്കുക. അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -ω² ആണ്. ആരാണ് ഈ ക്വസ്റ്റ്യൻ കാണാഞ്ഞത്? KR വേൾഡ്. ശ്രദ്ധിച്ചിരിക്കേണ്ടടാ. A = -ω² ആണ്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് കമ്പയർ ചെയ്യാം. ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നോക്കാം ആൽഫ ഈസ് ഈക്വൽ ടു -mgl/i ഇൻറ്റു θ. അതേപോലെ തന്നെ A ഈസ് ഈക്വൽ ടു -ω²x. ഇത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും ω² ഈസ് ഈക്വൽ ടു mgl/i എന്ന് കിട്ടും. അല്ലെങ്കിൽ ω ഈസ് ഈക്വൽ ടു √mgl/i. അപ്പൊ എനിക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. എന്താണ്? 2π/ω ആണ്. 2π/√mgl/i ആണ്. I മേളിലേക്ക് പോവും. 2π × √i/mgl എന്ന് കിട്ടും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ml² ആണ്. mr²ന്റെ ml² ആണ്. 2π × √ml²/mgl. ഓക്കെ, സോ എല്ലും വെട്ടിപ്പോയി, എമ്മും വെട്ടിപ്പോയി. ഉത്തരം കിട്ടും 2π × √l/g. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരുന്ന പബ്ലിക് എക്സാമിന് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. എപ്പോഴും എന്ത് ചെയ്യുക? മറക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഡെറിവേഷൻ ഒന്ന് ചെയ്ത് പഠിച്ചു പോവുക. ഓസിലേഷൻസിന്റെ ലൈവ് ടൈം ടേബിൾ വെച്ച് വരുമ്പോഴൊക്കെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നാലും അതിനെ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കിയേ. A wave traveling in a string. ഇത് നമ്മൾ വേവിന്റെ ഇതിനകത്ത് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലൊരു ക്വസ്റ്റ്യൻ വരുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നോക്കിയേ, yx, t is equal to, ഇത് ചെയ്തായിരുന്നു എല്ലാവരും. yx, t is equal to 0.005 sin 80x - 3t എന്നാണ് ക്വസ്റ്റ്യൻ. എനിക്കറിയാം വേവ് ഇക്വേഷൻ എന്താ? yx, t is equal to a sin എന്തായിരുന്നു? ω_t, kx - ω_t, kx - ω_t + 5. എന്നിട്ട് ചുമ്മാ കമ്പയർ ചെയ്തെടുത്ത് എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ട്, വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ട്, ടൈം പീരീഡ് ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതാണ് എൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആ സൈനിന് മുമ്പായിട്ട് ഇവിടെ വരുന്ന ആരാണോ അവന്റെ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. സോ എ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0.005 ആണ്. അവന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കിട്ടി, മാർക്ക് കിട്ടിയില്ലേ? നമ്മൾ ഇന്നലെ ചെയ്തതല്ലേ ഇത്? അതെ. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണോ അവനാണ് കെ. എനിക്കിവിടെ കെ കിട്ടും, 80 എന്ന് കിട്ടും. ഞാൻ പഠിച്ചിട്ടുണ്ട് k എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞാൽ 2π/k ആണ്. അല്ലെങ്കിൽ 2 × π/80 ആണ്. അല്ലെങ്കിൽ π/40 എന്ന് എനിക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. കൊടുത്തുകൂടെ? വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയും എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ എനിക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി. ഇനി ടൈം പീരീഡ് ആണ് വേണ്ടത്. ടൈം പീരീഡിന് ആരെ എടുക്കണം? ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആര് കിടപ്പുണ്ട്? ω t ആണ്. അപ്പൊ എനിക്ക് ω കൊണ്ട് 3 കിട്ടിയിട്ടുണ്ട്.
എനിക്ക് ടി ആണ് വേണ്ടത്. ടി ഈസ് ഈക്വൽ ടു 2π/ω ആണ്. എനിക്ക് കിട്ടും 2π/3 എന്ന് കിട്ടും. എന്ത് കിട്ടും? 2π/3 എന്ന് കിട്ടും. ഇന്നലെ നമ്മൾ ചെയ്തതാണ്. ഇന്നലെ ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വേവ്സിൽ നിന്നും ഞാൻ വരുമെന്നും പറഞ്ഞതാണ്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞതാണ്. അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് എല്ലാ സാറുമാരും കുറെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിരുന്നു. അതൊരിക്കലും മറക്കരുത്. ഇനി നോക്കുക, ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ആണ് 36 തൊട്ട് 40 വരെ. അതിൽ 3 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവുന്നതും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ഡയമെൻഷൻസ് സെയിം ആവണം. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക, മാർക്ക് വാങ്ങിക്കുക. അടുത്ത് നോക്കിയേ, ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം സോൾവ് ചെയ്യാനാണ്, ഡയമെൻഷൻ അനാലിസിസ് ആണ് അല്ലേ? സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു മാസും വെലോസിറ്റിയും ആണ്. എങ്ങനെയാണ് പ്രപ്പോർഷണൽ അറിയത്തില്ല. അപ്പൊ m⁻⁴ ഇൻറ്റു v⁻b എന്ന് എഴുതി. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു m⁻⁴ ഇൻറ്റു v⁻b. നമ്മുടെ ഡയമെൻഷൻ അനാലിസിസ് സ്റ്റെപ്പ് തന്നെയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഡയമെൻഷൻ എഴുതുവാണ് അല്ലേ? കൈനറ്റിക് എനർജി എന്ന് പറയുന്ന എനർജിയാണ് ml²T⁻⁻2 ആണ്. സി കോൺസ്റ്റന്റ് ആണ്, അവന് ഡയമെൻഷൻ ഇല്ല. എം മാസ് ആണ്, അവന്റെ ഡയമെൻഷൻ എം തന്നെയാണ്. വി വെലോസിറ്റി ആണ്, ഡയമെൻഷൻ L⁻⁻1. ഇത് മാത്സ് എടുത്ത സാറല്ലായിരുന്നോ അത്തിഫ? ആയിരുന്നു. L⁻⁻1 the whole raised to b എന്ന് എനിക്ക് കൊടുക്കാം. ഇവിടെ നോക്കിയേ, m⁻⁴ ഇൻറ്റു L⁻b ഇൻറ്റു T⁻⁻b. യെസ്. അപ്പൊ നോക്കിയേ, m⁻⁴ ഇൻറ്റു L⁻b ഇൻറ്റു T⁻⁻b. എക്സാം പാടായിരുന്നു ഫർസാന പറയുന്നു. എന്ത് ചെയ്യുക? നമുക്ക് ഇനി വരുന്ന ക്ലാസ്സസ് ഫോളോ ചെയ്ത് എക്സാം സെറ്റ് ആക്കി എടുക്കാം, പേടിക്കണ്ട കേട്ടോ. ഇനി കമ്പയർ ചെയ്യുക. ml²T⁻2 ഈസ് ഈക്വൽ ടു m⁻⁴ ഇൻറ്റു L⁻b ഇൻറ്റു T⁻⁻b. എമ്മിന്റെയും ആൾക്കാരെ കമ്പയർ ചെയ്യുക. ഇത് m⁻1 ആണ്, അത് m⁻a ആണ്. അപ്പൊ a ഈക്വൽ ടു 1 എന്ന് കിട്ടും. എല്ലിന്റെയും ആൾക്കാരെ കമ്പയർ ചെയ്യുക. അവിടെ b ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. എളുപ്പമല്ലേ? അപ്പൊ എനിക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു m⁻1 v⁻2. ഇത്രയും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം പ്രാക്ടിക്കൽ മെത്തേഡ് വഴി സിയുടെ വാല്യൂ 1/2 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എനിക്ക് എഴുതാം K ഈസ് ഈക്വൽ ടു ½ mv². വെരി ഗുഡ്. നിങ്ങളെല്ലാം എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിറൈവ് പൊസിഷൻ ടൈം റിലേഷൻ. ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ S ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ ഇവിടെ S ഈസ് ഈക്വൽ ടു, വേഗം തീർക്കാതെ നോക്കിയേ, S ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ ആണ്. അപ്പൊ നോക്കുക, ഇവിടെ x ഈസ് ഈക്വൽ ടു v⁻t പ്ലസ് ½ ഡിറൈവ് ചെയ്യാനാണ് അവരവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. കൈനമാറ്റിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു ബോഡി റെസ്റ്റിലായിരുന്നു ആദ്യമേ. അത് ടൈം t എത്തിയപ്പോൾ അപ്പൊ അവന്റെ വെലോസിറ്റി v⁻ ആയിരുന്നു. അപ്പൊ അവന്റെ വെലോസിറ്റി അപ്പൊ എന്റെ വെലോസിറ്റി എന്തായി മാറി? v ആയി മാറി. അങ്ങനെ അവൻ x ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു സമയമാണ്. അപ്പൊ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2 ഇൻറ്റു സമയം എന്ന് എഴുതി കാണിച്ചുകൂടെ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് v ഈസ് ഈക്വൽ ടു u പ്ലസ് at എന്ന് പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ v ഈസ് ഈക്വൽ ടു v⁻ പ്ലസ് at എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ x ഈസ് ഈക്വൽ ടു v⁻ പ്ലസ് vക്ക് പകരം v⁻ പ്ലസ് at എന്ന് കൊടുക്കാം ബൈ 2 ഇൻറ്റു t എന്ന് കൊടുക്കാം. t അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. v⁻t പ്ലസ് v⁻t പ്ലസ് at² ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ 2v⁻t/2 പ്ലസ് ½ at² എന്ന് കിട്ടും. അല്ലെങ്കിൽ v⁻t പ്ലസ് ½ at² എന്ന് കിട്ടും. ഇത് കൈനമാറ്റിക്സിന്റെ ഡെറിവേഷൻ ആണ്. S ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ at² ഡെറിവേഷൻ ആണ്. അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഗ്രാഫിൽ ചോദിച്ചത്. ഈ ഗ്രാഫിൽ ശ്രദ്ധിച്ചേ, വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ ആ ഗ്രാഫിന് അണ്ടറുള്ള ഏരിയ ആണ് ചോദിക്കുന്നത്. അത്രയും എടുത്താൽ മതി, അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇന്നലെ സാറ് പഠിപ്പിച്ചതാണ്. സോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ച് ചെയ്യണമെന്നില്ല ഡെറിവേഷൻ. ജസ്റ്റ് എഴുതി ചെയ്താൽ മതി. ഗ്രാഫ് വെച്ച് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. The velocity time graph of a body is given below. Find the displacement of the body during the time interval 5 seconds to 15 seconds. 5 സെക്കൻഡ് തൊട്ട് 15 സെക്കൻഡ് വരെയുള്ള ആ പോർഷനിലെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ആൻസർ? ഇത് നോക്കുക. ഇവൻ എന്താണോ അവന്റെ ഏരിയ മാത്രം കൺസിഡർ ചെയ്താൽ മതി. നോക്കുക, വേഗം ശ്രദ്ധിക്കുക. ഗ്രാഫിന്റെ ഈ പൊസിഷനിലെ ഏരിയ എടുക്കുക. അതാണ് എന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഇതൊരു റെക്ടാങ്കിൾ അല്ലേ? ഈ ലെങ്ത് എത്രയാണ്?
5ഉം 15ഉമാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാ? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 20 ഇൻറ്റു 10 ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ 200 ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ 200 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? 200 മീറ്റർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 200 മീറ്റർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അടുത്തതും ഇതേപോലെ ഒരു ഹെവി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്പർ ഇട്ടില്ല ഈ ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കേണ്ടേ റിയ. എന്നാലും കുഴപ്പമില്ല, അവരെന്തേലും ചെയ്യുമായിരിക്കും, പ്രശ്നം പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. സോ എ കാർ ഓഫ് മാസ് m മൂവ്സ് വിത്ത് എ സ്പീഡ് v. ബാങ്കിങ് ആണല്ലേ, ബാങ്കിങ് ആണ്, കുറച്ച് ഡ്രൈ ടോപ്പിക് ആണ്, എന്നാലും ശ്രദ്ധിക്കുക. ഒരു കാർ ഇങ്ങനെ ഒരു ടേൺ എടുക്കുകയാണ്. അങ്ങനെ ടേൺ എടുക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. ഇതാണ് എൻ്റെ തീറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ വരയ്ക്കേണ്ട ഡയഗ്രാം ഇതാണ്. ആ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇങ്ങനെ വേണം ആ ഡയഗ്രാം വരയ്ക്കാൻ. താഴേക്ക് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? mg ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഈ വഴി അലോങ് ദ സർഫസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഇത് തീറ്റയാണെങ്കിൽ എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് എഫ് കോസ് തീറ്റ എന്നും താഴേക്ക് എഫ് സൈൻ തീറ്റ എന്നും കാണിക്കാം. നോർമൽ റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അത് കാണിക്കുക. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും, ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. സോ എൻ്റെ നോർമൽ റിയാക്ഷൻ n ഇതാണെങ്കിൽ ഇത് n കോസ് തീറ്റയാണ്. ഇങ്ങോട്ട് ആര് വരും? n സൈൻ തീറ്റ വരും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും നോക്കുക, ഇനി വരുന്ന എക്സാമിനും ബാങ്കിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും ഞാൻ ഡെറിവേഷനും ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻസേഴ്സ് നോക്കുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സ്ലൈഡ്സ്. ജസ്റ്റ് കമ്പയർ ചെയ്യുക. മോഡൽ എക്സാം ആണിത്. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടി ഉറപ്പായും യൂസ്ഫുൾ ആയി വരുന്ന കാര്യമാണിത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻക്ലൈൻഡ് ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എ കാർ ഓഫ് മാസ് m moves with a speed v along a bank road of radius r. Draw a diagram showing all the forces acting on the car. ബാക്കിയൊക്കെ ഉണ്ട്. ഇൻക്ലൈൻഡ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ് എന്ന് ബാങ്ക്ഡ് റോഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? വിനേഷ് ഭായ് കാവുങ്കൽ ശ്രദ്ധിക്കണം കേട്ടോ. അത് ബാങ്ക്ഡ് റോഡ് എന്നാണ്. അപ്പൊ ആ ഇൻക്ലിനേഷൻ അവിടെ കാണിക്കണ്ടേ? അടുത്ത് നോക്കുക, സ്റ്റേറ്റ് പാരലൽ ആക്സിസ് തിയറം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. വേഗം ഡിസ്കഷൻ വേഗം. സ്റ്റേറ്റ് പാരലൽ ആക്സിസ് തിയറം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പാരലൽ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ എപ്പോഴും അറിയേണ്ട കാര്യം. പബ്ലിക് എക്സാമിന് പോകുമ്പോൾ ഉറപ്പായും ഓരോ ചാപ്റ്ററിലും കുറച്ച് ഹെഡ് സ്റ്റാർട്ട് വരുന്ന കുറെ പോർഷൻസ് ഉണ്ടല്ലേ, അതിലൊന്നാണ് റൊട്ടേഷണൽ മോഷനിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും ഉറപ്പായും പഠിച്ചിരിക്കുക. എന്താണ് ഒരു ബോഡി? ഇത് കാണാതെ ഒന്നും പഠിക്കേണ്ട, പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഒരു ബോഡിയുടെ ഏതൊരു ആക്സിസിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ആക്സിസ്. ഇതിന്റെ സെന്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസ്, ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസിന്റെയും പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഇവർക്ക് രണ്ടുപേർക്കും സം ആയിരിക്കും എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ഓഫ് മാസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അത് എഴുതി വെക്കുക. ദാറ്റ് ഈസ് ഐ എന്ന് പറയുന്നത് ICOM പ്ലസ് MA സ്ക്വയർ ആണെന്ന് കാണിച്ചു വെക്കുക. ICOM പ്ലസ് MA സ്ക്വയർ. വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റോഡ് ഓഫ് മാസ്? ഇവിടെ നിങ്ങൾക്ക് ഒരു റോഡ് തന്നിട്ടുണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ അവന്റെ മാസ് m ആണ്, ലെങ്ത് L ആണ്. നമുക്കറിയാം റോഡിന്റെ കേസിൽ അതിന്റെ സെന്ററിൽ കൂടെ പോകുന്ന മാസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mL²/12 ആണ്. എന്നോട് ചോദിച്ചിരിക്കുന്ന ഇതിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തിൽ കൂടെ പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഇത് സെന്റർ ആണ്, മൊത്തം ലെങ്ത് L ആണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? L/2 ആയിരിക്കും. ഡയഗ്രാം മാത്രം വരച്ചാൽ അതിനുള്ള ആൻസർ അത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് കാണിക്കാൻ എന്ത് ചെയ്യുക, ഡയഗ്രാം മാത്രം വരച്ചാൽ അതിന്റെ ആൻസർ മാത്രമേ കിട്ടുള്ളൂ. ഡിറൈവ് എന്നൊരു ഓപ്ഷനും കൂടെ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുണ്ട്. ഡെറിവേഷനും കൂടെ ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും. മോഡൽ എക്സാം ഇപ്പൊ ഇങ്ങനെ പോട്ടെ, എന്ത് ചെയ്യാൻ, ഡെറിവേഷൻ കുറച്ച് എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. കണ്ടല്ലോ ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കുറേ ചോദിച്ചിട്ടുണ്ട് സോൾവ് ചെയ്യാൻ. അപ്പം എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രെസ് ചെയ്ത് ഒന്ന് പഠിച്ചു പോവുക. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, എന്റെ പാരലൽ ആക്സിസ് തിയറം പ്രകാരം ICOM പ്ലസ് MA സ്ക്വയർ ആണ്. എന്റെ സെന്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ mL²/12 ആണ്. പ്ലസ് മാസ് ഇൻറ്റു ഇവിടെ ഡിസ്റ്റൻസ് A എന്ന് പറഞ്ഞാൽ L/2 ആണ്. അപ്പൊ m ഇൻറ്റു L/2 ദ ഹോൾ സ്ക്വയർ L²/4 ആണ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ താഴെ ഇൻറ്റു 3 ചെയ്യുക, മേളിലും 3 ചെയ്യുക. അപ്പം mL²/12 പ്ലസ്
3ml²/12 എന്ന് കിട്ടും. ഉത്തരം 4ml²/12 ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ ml²/3 ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ റൊട്ടേഷണൽ മോഷനിൽ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ml²/3 ആണ്. ml²/3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h above the earth surface. കണ്ടോ, ഡെപ്തും ചോദിച്ചു, അതുപോലെ തന്നെ ഹൈറ്റിലെ കാര്യവും ചോദിച്ചിരിക്കുകയാണ്. നോക്കിക്കേ, ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിക്കേ, ഇതാണ് എൻ്റെ പടം. h ഹൈറ്റ് മാറിയ ഒരാളിരിക്കുകയാണ്, h ഹൈറ്റ് മാറിയ ഒരു ബോൾ ഇരിക്കുകയാണ്. സോ r+h ആണ് എൻ്റെ മൊത്തം ഡിസ്റ്റൻസ്. സോ അവിടുത്തെ g ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ സാധാ g എന്ന് പറഞ്ഞാൽ gm/r² ആണ്. അപ്പൊ g ഹൈറ്റ് എന്ന് പറഞ്ഞാൽ gm/r+h² വരും. gm/r+h² എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, ഞാൻ gh എഴുതി. gh എന്ന് പറഞ്ഞാൽ gm/r+h² ആണ്. gm ന് വരെ എന്ത് കൊടുക്കാം, ഞാൻ പഠിച്ചിട്ടുണ്ട് g = gm/r² ആണ്. അല്ലെങ്കിൽ gm ന് പകരം വേണമെങ്കിൽ gr² എന്നും കൊടുക്കാം. അപ്പൊ ഞാൻ gm ന് പകരം gr² എന്ന് ഇവിടെ കൊടുത്തു. ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇനി എന്താ ചെയ്തേ, ഇനി ചെയ്ത കാര്യം നോക്കുക. gr² r+h² എന്ന് എഴുതി. gr² r നെ ഞാൻ കോമൺ എടുത്തു. r നെ കോമൺ എടുക്കുമ്പോൾ 1+h/r എന്ന് വരും, the whole² എന്ന് വരും. ദാറ്റ് ഈസ് gr² r² into 1+h/r the whole square. r² r² ക്യാൻസൽ ആയി പോയി. g/1+h/r the whole square എന്ന് വരും. അല്ലെങ്കിൽ g into 1+h/r the whole raised to -2. ഇതിനെ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചിരിക്കുന്നത്, g into 1 - 2h/r. ഡെറിവേഷൻ ബുദ്ധിമുട്ടുള്ളവർ അറ്റ്ലീസ്റ്റ് ആ പടവും ആ ഫൈനൽ ഇക്വേഷനും എങ്കിലും പഠിച്ചിട്ട് പോണേ. കാരണം ചുമ്മാ ഒന്നും എഴുതാതെ വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അവിടെ മാർക്ക് ഒന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും എന്ത് ചെയ്യുക, എന്തെങ്കിലും അവിടെ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചാൽ അത്രയും മാർക്കെങ്കിലും അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ദയവ് ചെയ്ത് അതുകൊണ്ട് ആ ഒരു അബദ്ധം കാണിക്കരുത്. സോ g' gh g into 1 - 2h/r ആണ് ശരിയായ ആൻസർ. ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ്, ഇത് ഫുള്ള് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഓർഡർ ഉണ്ട് എങ്ങനെയാ എഴുതണ്ടേ എന്നുള്ള രീതിയിൽ അങ്ങനെ പഠിച്ചാൽ മതി. ഡെറിവേഷൻ കാണാൻ പഠിക്കരുത് ഒരിക്കലും. അത് പക്ഷേ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം ഒന്ന് എഴുതി വെച്ചാൽ മാത്രമേ ഓർമ്മയെ നിൽക്കുള്ളൂ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാൽക്കുലേറ്റ് എഴുതി പഠിക്കണം. യെസ്, അത് തന്നെ. എന്താണ് പേര്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ഒരിക്കലും എന്താണ് gh = g into 1 - 2h/r ഉപയോഗിച്ച് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ ജസ്റ്റ് യൂസ് ദ ഇക്വേഷൻ. സാധാ ഇക്വേഷൻ ആണ് gh = gr² r+h the whole square. പെട്ടെന്ന് ഉത്തരം കിട്ടും. ചോദ്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ്. അവിടെ ഹൈറ്റ് h എന്ന് പറയുന്നത് r/2 എന്ന് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. gr² r+r/2 the whole square. ഉത്തരം gr² r+r/2 എന്ന് പറഞ്ഞാൽ 3r/2 ആണ്, അതിന്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് gr² 9r²/4. r² വെട്ടിപ്പോയാൽ 4g/9 ആണ് ഉത്തരം വരേണ്ടത്. സാർ പഠിച്ചതെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നു. ഫിസിക്സ് ആണോ ബാക്കി എല്ലാ സബ്ജക്ട്സും ഉണ്ടോ? ശരിക്കും ഫിസിക്സ് പഠിക്കുമ്പോൾ, ഫിസിക്സ് നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓരോ പോർഷനും പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒന്ന് എഴുതി പഠിക്കണം. എഴുതി പഠിക്കാണ്ട് ഫിസിക്സ് തലയിൽ നിൽക്കില്ല. സോ ഇതിന്റെ ഫൈനൽ ആൻസർ 4g/9 ആണ്. ഇതായിരുന്നു നമ്മുടെ എക്സാം ഡിസ്കഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് പാസ് ആവണമെങ്കിലോ അല്ലെങ്കിൽ A+ സ്കോർ ചെയ്യണമെങ്കിലോ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വന്നു. അതെല്ലാം സന്തോഷമുണ്ട്, വളരെ സന്തോഷം. നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയത് തന്നെ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും നല്ലപോലെ പഠിക്കുക. എക്സാം സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞ് അതിന്റെ പ്രിപ്പറേഷൻ ഒഴിവാക്കാതിരിക്കുക. ഇനിയുള്ള ടൈം ടേബിളിന്റെ അപ്ഡേറ്റ്സും എല്ലാം എന്ത് ചെയ്യുക, ഈ ചാനലിൽ തരുന്നതാണ്. ചാനൽ ഫോളോ ചെയ്യുക, മാർക്ക് വാങ്ങിക്കുക, ക്ലാസ് കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയും എന്ത് ചെയ്യാൻ ലൈവിൽ